أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുന്ന, അവന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഇൽമിന്റെ മജ്‌ലിസിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള, അല്ലാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സുകൾ, അതിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമം പാഴായി പോകാതെ നാളെ പരലോകത്ത് നമുക്ക് സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമാക്കി തീർക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം പരിശ്രമങ്ങൾ കൊണ്ട് നമുക്കൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകാനുള്ള ഒരു സൽക്കർമ്മമാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജനിച്ചു വീണ ഓരോരുത്തരും, ഞാനും നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും മരിച്ചു പോകേണ്ട ആളുകളാണ്. നമ്മളിൽ ഒരാളും ശാശ്വതരല്ല. അല്ല, ലോകത്തൊരു മനുഷ്യനോ ഒരു പടപ്പോ ശാശ്വതമായി ജീവിക്കുകയില്ല. ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തു നിന്നും വിട പറഞ്ഞ് പരലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ആ നിർണായകമായ ഘട്ടമാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. അവന്റെ ദുനിയാവും ആഖിറത്തും തമ്മിലുള്ള ഒരു മറ എന്ന് പറയുന്നത് മരണമാണ്. ആ മരണം സംഭവിക്കുന്നതോടുകൂടി നമ്മുടെ പരലോക ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിർണായക ഘട്ടത്തിൽ നമ്മൾ അടിപതറാതെ ഉറച്ചു നിന്നാൽ മാത്രമേ നമ്മുടെ പരലോകത്തിന്റെ ആദ്യപടി അത് നമുക്ക് സുരക്ഷിതമാവുകയുള്ളൂ. ഈ മരണം ഉണ്ടാകുന്ന സമയത്താണ് പിശാച് നമ്മളെ ഏറ്റവും കൂടുതൽ വഴിപിഴപ്പിക്കുകയും നമ്മളെ നരകത്തിന്റെ വക്താവാക്കാനുള്ള അവന്റെ അവസാനത്തെ ശ്രമം അവൻ ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവർത്തിച്ച് ദുആ ചെയ്ത ഒരു ദുആയെ കുറിച്ച് മഹാനായ അബൂൽ യസർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടുന്ന് പറയുന്നത്, കാന യദ്ഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. കാന യദ്ഉ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പതിവായി ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. നമ്മൾ ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, മരിക്കാൻ പോകുന്ന നേരത്ത് പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൽ നിന്നും ഞാനിതാ രക്ഷ തേടുന്നു എന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തിരുന്നുവെന്ന്. കാരണം പിശാച് നമ്മൾ അവസാനം പഴപ്പിക്കാൻ പോകുന്ന സന്ദർഭമായിരിക്കും. അവിടെയാണ് അവൻ അവസാനം നമുക്ക് സ്വാധീനമുള്ളത്. നമ്മളെ ഖബറിലേക്ക് വെച്ചാലോ നമ്മുടെ മയ്യത്തിന്റെ സംസ്കരണ മുറകളിലോ പിശാച് മനുഷ്യന്റെ മയ്യത്തിന്റെ കാര്യത്തിൽ അവൻ ഇടപെടുകയില്ല. അവന്റെ എതിരാളി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരാണ്. അവരവസാനമായി കിട്ടുന്നത് അവർ മരണാസന്നമായി ഒറ്റക്കോ അതല്ലെങ്കിൽ ആളുകളുടെ മുന്നിലോ മരിക്കാൻ കിടക്കുന്ന നേരത്താണ്. അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ എന്ത് ചെയ്യും? മനുഷ്യനെ പഴപ്പിക്കാൻ നോക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിലും നിങ്ങൾ സലാം വീട്ടുന്നതിന് മുമ്പ് 4 ദുആ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ വമിൻ അഊദു ബിക മിൻ അദാബി ജഹന്നം. ഈ 4 കാര്യം ഒന്ന് നരകത്തിനെ കുറിച്ചുള്ള കാര്യമാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ള മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിൽ പരീക്ഷണമുള്ളതുപോലെ തന്നെ മരണവേളയിൽ ഒരു പരീക്ഷണമുണ്ട്. അല്ലാഹുവേ, ആ ഫിത്നയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. നരകശിക്ഷയോടൊപ്പം ദജ്ജാലിന്റെ ഫിത്നയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കാര്യം. മരണവേളയിൽ നമുക്ക് അടിപതറിപ്പോകുന്ന സന്ദർഭമുണ്ട്. അവിടെ സഹോദരങ്ങളെ, നമ്മുടെ കൽബിനെ ഉറപ്പിച്ചു നിർത്തുന്ന, നമ്മുടെ നാവിനെ നേരെ നിർത്താൻ സാധിക്കുന്ന, നമുക്ക് ഉറച്ച ബോധ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിനാണോ നമ്മെ പടച്ചത്
ആ ലക്ഷ്യം ഏറ്റുപറഞ്ഞ് ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് മരിച്ചു പോകണമെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടാവുക എന്നത് അനിവാര്യം പറയുന്നത് മരണമാണ്. ആ മരണം സംഭവിക്കുന്നതോടുകൂടി നമ്മുടെ പരലോക ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിർണായക ഘട്ടത്തിൽ നമ്മൾ അടിപതറാതെ ഉറച്ചു നിന്നാൽ മാത്രമേ നമ്മുടെ പരലോകത്തിന്റെ ആദ്യപടി അത് നമുക്ക് സുരക്ഷിതമാവുകയുള്ളൂ. ഈ മരണമുണ്ടാകുന്ന സമയത്താണ് പിശാച് നമ്മളെ ഏറ്റവും കൂടുതൽ വഴിപിഴപ്പിക്കുകയും നമ്മളെ നരകത്തിന്റെ വക്താവാക്കാനുള്ള അവന്റെ അവസാനത്തെ ശ്രമം അവൻ ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവർത്തിച്ച് ദുആ ചെയ്ത ഒരു ദുആയെ കുറിച്ച് മഹാനായ അബുൽ യസർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടുന്ന് പറയുന്നത് കാന യദ്ഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. കാന യദ്ഉ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പതിവായി ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, മരിക്കാൻ പോകുന്ന നേരത്ത് പിശാച് എന്നെ പരാജയപ്പെടുത്തുന്നതിൽ നിന്നും ഞാനിതാ രക്ഷ തേടുന്നു എന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തിരുന്നു എന്നാണ്. കാരണം പിശാച് നമ്മൾ അവസാനം പേഴ്പ്പിക്കാൻ പോകുന്ന സന്ദർഭം അതായിരിക്കും. അവിടെയാണ് അവൻ അവസാനം നമുക്ക് സ്വാധീനമുള്ളത്. നമ്മളെ ഖബറിലേക്ക് വെച്ചാലോ നമ്മളെ മയ്യത്തിന്റെ സംസ്കരണ മുറകളിലോ പിശാച് ഒരു മനുഷ്യന്റെ ഒരു മയ്യത്തിന്റെ കാര്യത്തിൽ അവൻ ഇടപെടുകയില്ല. അവന്റെ എതിരാളി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരാണ്. അവരവസാനമായി കിട്ടുന്നത് അവർ മരണാസന്നമായി ഒറ്റക്കോ അതല്ലെങ്കിൽ ആളുകളുടെ മുന്നിലോ മരിക്കാൻ കിടക്കുന്ന നേരത്താണ്. അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ എന്ത് ചെയ്യും? മനുഷ്യനെ പഴപ്പിക്കാൻ നോക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിലും നിങ്ങൾ സലാം വീട്ടുന്നതിന് മുമ്പ് 4 ദുആ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ വമിൻ അഊദു ബിക മിൻ അദാബി ജഹന്നം. ഈ 4 കാര്യങ്ങൾ ഒന്ന് നരകത്തിനെ കുറിച്ചുള്ള കാര്യമാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിൽ പരീക്ഷണമുള്ളതുപോലെ തന്നെ മരണവേളയിൽ ഒരു പരീക്ഷണമുണ്ട്. അല്ലാഹുവേ, ആ ഫിത്നയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. നരകശിക്ഷയോടൊപ്പം ദജ്ജാലിന്റെ ഫിത്നയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കാര്യം. മരണവേളയിൽ നമുക്ക് അടിപതറിപ്പോകുന്ന സന്ദർഭമുണ്ട്. അവിടെ സഹോദരങ്ങളെ, നമ്മുടെ കൽബിനെ ഉറപ്പിച്ചു നിർത്തുന്ന, നമ്മുടെ നാവിനെ നേരെ നിർത്താൻ സാധിക്കുന്ന, നമുക്ക് ഉറച്ച ബോധ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിനാണോ നമ്മെ പടച്ചത് ആ ലക്ഷ്യം ഏറ്റുപറഞ്ഞ് ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് മരിച്ചു പോകണമെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ തൗഹീദിലായി ജീവിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ പോകുന്ന ആളുകൾക്ക് മലായികത്തുകൾ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പറഞ്ഞത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 30-ാമത്തെ ആയത്തിൽ നമ്മൾ പലകുറി കേട്ടിട്ടുള്ള ഒരു ആയത്താണത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ തൗഹീദിൽ അടിയുറച്ച് സിറാത്തുൽ മുസ്തഖീം ശരിയായ വഴിയിൽ നേരായ വഴിയിൽ നിലകൊണ്ട ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന വേളയിൽ അവർക്ക് ലഭിക്കുന്ന സുരക്ഷിതമായ സന്തോഷകരമായ ആ സംഭവ മുഹൂർത്തത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർക്ക് മരണം എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചില കാര്യങ്ങൾ അവർ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട്. എന്താണ് അവർ പാലിച്ചത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അവർ അടിയുറച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൽ യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരുന്നത് എന്റെ റബ്ബാണ്. ആ റബ്ബിനെ മാത്രമേ ഞാൻ ദുആ ചെയ്തിട്ടുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ ഞാൻ സഹായം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള റബ്ബാണ് എന്റെ റബ്ബ്. എന്നിട്ടോ അവരങ്ങനെ മാത്രം പറഞ്ഞവരല്ല. സുമ്മസ്തഖാമു, അവർ ഇസ്തിഖാമത്തിൽ നിലകൊണ്ടിട്ടുള്ള ആളുകളാണ്. അവർ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊണ്ടിട്ടുള്ള ആളുകളാണ്. കാരണം എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ എത്രയോ ആളുകൾ പിഴവിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല.
ആ പറഞ്ഞതിനെ സാക്ഷാത്കരിക്കുന്ന സത്യപ്പെടുത്തുന്ന ജീവിതം അവന്റെ കയ്യിൽ ഉണ്ടാകണം. അതാണ് സുമ്മസ്തഖാമു എന്ന് പറഞ്ഞത്. മരണം വരെ ആ പറഞ്ഞ കാര്യത്തിനെ പൊളിക്കാത്ത പ്രവർത്തനങ്ങളിൽ അവൻ എന്ത് ചെയ്യണം? നിലകൊള്ളണം. അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹു എന്റെ റബ്ബാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പോകുന്നില്ല. സുമ്മസ്തഖാമു, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അവൻ ഇസ്തിഖാമത്തിൽ അടിയുറച്ചു നിൽക്കണം. അങ്ങനെയാണെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ മരിക്കുന്ന ഓരോ മനുഷ്യന്റെ അടുക്കലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇറക്കുമെന്നാണ്. ഓരോ മനുഷ്യൻ മരിക്കാൻ പോകുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ മലക്കുകൾ ആ റൂഹെടുക്കുന്ന വേളയിൽ വരുന്നുണ്ട്. ആ മലക്കുകൾ അവനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാ തഖാഫു, നീ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇതിന് പോകാൻ പോകുന്ന ഖബർ ജീവിതത്തെക്കുറിച്ച് നീ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണിത്. നീ ഇതുവരെ ദുനിയാവിൽ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങളും നിനക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നീ ആദ്യമായിട്ടാണ്. അവിടെ നീ പേടിക്കേണ്ടതില്ല. അല്ലാ തഖാഫു വലാ തഹ്സനു, വിട്ടേച്ചു പോകുന്ന കാര്യങ്ങളെ ആലോചിച്ചിട്ട് നീ എന്നെ ടെൻഷൻ അടിക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. നിന്റെ മക്കളുണ്ട്, നിന്റെ ഭാര്യയുണ്ട്, നിന്റെ മാതാപിതാക്കൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. നീ വിട്ടേച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിനെ ഓർത്തൊന്നും നീ ദുഃഖിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വാബിശിറു ബിൽ ജന്ന, ആ മലക്കുകൾ പറയും നിനക്ക് സ്വർഗമുണ്ട്. കാരണം അവർ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സുമ്മസ്തഖാമു, ഇസ്തിഖാമത്തിൽ അടിയുറച്ചു നിന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അല്ലതി കുൻതും തുഅദൂൻ, ഇത് ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്ത കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ നീ പാലിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ട് എന്നുള്ളത് എന്റെ നേരത്തെ വാഗ്ദാനമാണ്. അത് മരിക്കാൻ പോകുന്ന നേരത്തെ ഒരു മനുഷ്യൻ മനസ്സിലാക്കും, ഞാൻ എന്റെ പോക്ക് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നുള്ളത് അവൻ തിരിച്ചറിയും. അവിടെ വരുന്ന മലക്കുകൾ ഏതാണെന്നതിലൂടെ അവന് തിരിച്ചറിയും. സഹോദരങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് വിഷയം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞത് തൗഹീദിനെ അറിയിക്കുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്റെ റബ്ബ് എന്ന് പറയുന്നത് അത് തൗഹീദിനെ അറിയിക്കുന്ന കാര്യമാണ്. സുമ്മസ്തഖാമു എന്ന് പറഞ്ഞാൽ ആ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിജയിച്ച കക്ഷികളുടെ മാർഗമാണ്. അഥവാ സലഫു സ്വാലിഹിന്റെ സ്വഹാബത്തിന്റെ മാർഗമാണ്. അപ്പോൾ ആരാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും സ്വഹാബികളുടെ മാർഗത്തിൽ പിൻപറ്റി ജീവിക്കുകയും ചെയ്തിട്ടുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മാത്രം നൽകുന്ന കാര്യമാണിത്. അവർക്ക് നൽകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയ ആദരവാണിത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊരിക്കൽ ഈ കാര്യം തന്നെ മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുല്ല സഖഫി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. അദ്ദേഹം തന്നെ ചോദിച്ച കാര്യമാണ്, യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലുള്ള ഒരു വാക്യം താങ്കൾ പറഞ്ഞു തരണം, ഒരു കാര്യം പറഞ്ഞു തരണം. താങ്കൾക്ക് ശേഷം എനിക്ക് മറ്റൊരാളോടും ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടാത്ത വിധം അത്രയും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇസ്ലാമിൽ ഒരു കാര്യം താങ്കൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ അവിടുന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ പറഞ്ഞു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, നീ പറയണം ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. പോരാ, സുമ്മ ഇസ്തഖിം, പിന്നീട് നീ നേരാം വണ്ണം നിലകൊള്ളണം, ശരിയായ പാതയിൽ നിലകൊള്ളണം. അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ വിശ്വസിച്ചു എന്ന് കേവലം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സുമ്മ ഇസ്തഖിം, നീ നേരെ നിലകൊള്ളണം. ആ പറഞ്ഞതിന് യോജിക്കുന്ന രൂപത്തിൽ നീ നിന്റെ ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് സഹോദരങ്ങളെ നോക്കൂ പറയാം. ഇവിടെ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞതും ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞതും ഇത് കേവലം അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് മാത്രം പോരാ. അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്റെ ആരാധ്യൻ എന്നൊരാൾ മനസ്സിലാക്കല. അതുകൊണ്ടാണ് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുന്ന വാക്കെന്താണ്? ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ധരിച്ച ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ പോകുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞത്. ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മാത്രം റബ്ബ് എന്ന് പറഞ്ഞു കൊടുക്കാനല്ല. അത് മരിക്കാൻ പോകുന്നതല്ല, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ അത് നന്നായി ബോധ്യമുള്ള കാര്യമാണ്. അത് മാത്രം ഒരാൾ പ്രഖ്യാപിച്ചത് കൊണ്ടോ അത് ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടോ ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് മരണവേളയിൽ അവൻ തെറ്റിപ്പോകുന്ന ഫിത്ന, അവൻ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഈ കാര്യം അള്ളാഹു അല്ലാത്ത ആരാധ്യനിലേക്ക് അവൻ ചെരിഞ്ഞു പോകുന്ന ആ കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മരിക്കാൻ പോകുന്ന ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നah. ആരുടെ അവസാനത്തെ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം തൗഹീദിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകാൻ വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ്.
അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ മരിച്ച് യാത്രയാകുന്ന വേളയിൽ നമ്മെ രക്ഷപ്പെടുത്തുന്ന രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, നമ്മൾ അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് ഉറച്ചു പ്രഖ്യാപിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട്, ഇസ്തിഖാമത്തിലൂടെ നമ്മുടെ ജീവിതം മുഴുവനും ഈ ആദ്യം പ്രഖ്യാപിച്ച കാര്യം അതിനെ പൊളിച്ചു കളയാതെ നമ്മൾ തുടർത്തുന്ന കാര്യമാണ്. അങ്ങനെ റബ്ബ് അല്ലാഹുവാണെന്നും ഇസ്തിഖാമത്തിലൂടെ നീ ജീവിക്കുകയും ചെയ്താൽ ഈ പറയുന്ന കാര്യം നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, തൗഹീദ്, അതിന്റെ ചില അടിസ്ഥാനങ്ങൾ എന്നതാണ് നമ്മൾ വിഷയമിട്ടത്. തൗഹീദ്, അതിന്റെ ചില അടിസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, തൗഹീദ് കൊണ്ടുള്ള നേട്ടത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് തൗഹീദ് എന്നുള്ളത് മനസ്സിലാക്കണം. ഏത് കാര്യത്തിലാണ് ഞാൻ തൗഹീദിലായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. കാരണം പല സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം, ഈമാൻ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം, അവർ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. എത്ര വൈരുദ്ധ്യമാണ് അവരുടെ ആ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ആലോചിച്ചു, ഇസ്ലാം കാര്യങ്ങൾ 5 പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഒന്നാമതായി പറയുന്നത് അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. ഇസ്ലാം എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിന് സാക്ഷ്യം വഹിക്കലാണ്. പിന്നീടാണ് അൻ തുഖീമ الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت من استطعت إليه سبيلا എന്ന ബാക്കി 4 അമലുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, നീ റമളാനിൽ നോമ്പെടുക്കണം, നിനക്ക് സാധിക്കുമെങ്കിൽ ഹജ്ജും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 അമലിനെ കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും മുസ്ലിം ഉമ്മത്ത് ഈ 4 കാര്യങ്ങളെ കുറിച്ച് അവർ നന്നായി ചർച്ച ചെയ്യുകയും ആളുകൾക്ക് അതിന്റെ മസായിലുകളെ കുറിച്ച് വിശദമായി പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. നിസ്കാരത്തെക്കുറിച്ച് അല്ല, നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ നിബന്ധനകളായ വുദൂഇനെ കുറിച്ചും അങ്ങനെയുള്ള കുളിയെക്കുറിച്ചും ഇങ്ങനെയുള്ള മസലകളൊക്കെ അത് തലങ്ങും വിലങ്ങും തെറ്റിപ്പോകാതെ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ കൃത്യമായി അവർ പഠിപ്പിക്കും. അവർ സകാത്തിനെ കുറിച്ച് പഠിപ്പിക്കും, എന്തിനു കൊടുക്കണം, എന്തിനു കൊടുക്കേണ്ടതില്ല. റമളാനിൽ നോമ്പാകുമ്പോൾ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അതങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ പഠിപ്പിക്കും. ആളുകൾ അതിന്റെ പിന്നാലെയുണ്ട്. ഹജ്ജ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ക്ലാസുകളുണ്ട്, പഠന സെമിനാറുകളുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഏറ്റവും പരമപ്രധാനമായ ഒരാൾക്ക് ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ആദ്യം ഉണ്ടായിരിക്കേണ്ടതായ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് മുഹമ്മദൻ റസൂലുള്ളാഹ്? ഇതൊരാൾ പറയലല്ല, ഷഹാദത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്, അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോലുമല്ല. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നീ അതിന് സാക്ഷ്യം വഹിക്കണം. പറയലും സാക്ഷ്യം വഹിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാം. ഏത് മനുഷ്യനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറയാൻ പറ്റാത്തതായ കടുകട്ടിയുള്ളൊരു വാക്കൊന്നുമല്ല. അല്ലെ, ചില സംസ്കൃത പദങ്ങളൊക്കെ പോലെ ആളുകൾ പറയാൻ തന്നെ പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ള പ്രയാസമുള്ള വാക്കല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എളുപ്പം എത്രയാണെന്ന് വെച്ചാൽ നിനക്ക് നിന്റെ ചുണ്ടുപയോഗിക്കാതെ തന്നെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. നീ ചുണ്ട് അടച്ചിരിക്കുന്ന സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പ്രയാസം ഉണ്ടാവില്ല. നിന്റെ ചുണ്ട് അനങ്ങാത്ത സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. അത് കലിമത്തുൽ ഇഖ്ലാസ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയാണ്. അതായത് അതിന്റെ റിയാദ് പോലും ഇല്ലാതെ എനിക്ക് ദിക്ർ ചൊല്ലാം. ഏറ്റവും അഫ്ളൽ ദിക്റ അത് പറയുമ്പോൾ നിന്റെ ചുണ്ട് നേരെ നിൽക്കും, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. ചുണ്ട് അനങ്ങേണ്ട ആവശ്യം പോലുമില്ല. അത് ഇടത്തും വലത്തേക്കും മുകളിൽ താഴേക്ക് പോലും പോവുകയില്ല. അഥവാ പറഞ്ഞു വന്നത് എളുപ്പമുള്ളൊരു വാക്കാണ്. അതുകൊണ്ട് അത് കേവലം പറയുക എന്നുള്ളതല്ല, മറിച്ച് അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ നീ സാക്ഷ്യം വഹിക്കണം. എന്ന് വെച്ചാൽ ആ കാര്യം എന്താണെന്ന് ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളാത്ത കാര്യം ഒരാൾക്ക് എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്താണെന്ന് അവൻ അറിയണം. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം നീ പഠിക്കണമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് എവിടെയാണ് പറയുന്നത്? മക്കയിൽ 13 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പ്രബോധനം ചെയ്യുകയും പ്രയാസപ്പെടുകയും അവസാനം ഈ ഒരൊറ്റ കാരണത്താൽ മാത്രം, മറ്റൊരു ഭൗതിക ലക്ഷ്യവുമില്ല, ആ രാജ്യം വിട്ടു പോകേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികളോട് മദീനയിൽ എത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നീ പഠിക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇന്ന് ഈ ജീവിക്കുന്ന 1400 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിയോടും എന്തുമാത്രം ഗൗരവത്തിലായിരിക്കും
റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ടാവുക? കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രഥമ അഭിസംബോധിതരാണെങ്കിലും ശരി, ഖിയാമത്ത് നാൾ വരെ ഖുർആൻ വായിക്കുന്ന മുഴുവൻ ആളുകളും, സൂറത്ത് മുഹമ്മദ് വായിക്കുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉണർത്തലാണ്, ഫഅലം, നീ മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പഠിക്കാതെ കേവലം അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഷഹാദത്ത് ചെയ്യാനാണ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതെന്താണെന്ന് നീ അറിയണം, അതെന്താണെന്ന് നീ മനസ്സിലാക്കണം. അത് നീ എന്നിട്ട് നിന്റെ നാവുകൾ കൊണ്ട് പ്രഖ്യാപിക്കണം. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ അത് പൊളിച്ചു കളയുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നീ മാറി നിൽക്കണം. എങ്കിലേ നിന്റെ ഷഹാദത്ത് പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ, ഇദാ ജാഅകൽ മുനാഫിഖൂൻ, നബിയെ മുനാഫിക്കുകൾ നിന്റെ അടുക്കൽ വരും, ഖാലു, അവർ പറയും, നശ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് മുനാഫിക്കുകൾ പറയും. വല്ലാഹു യശ്ഹദു ഇന്നക ലറസൂലു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. വലാകിന്നൽ മുനാഫിഖീന ലകാദിബ്, മുനാഫിക്കുകൾ കള്ളം പറയുന്നവരാണ്. അഥവാ ഉള്ളിൽ ഒന്നും പുറത്ത് വേറൊന്നും വെച്ച് വെറുതെ സംസാരിച്ചാൽ അത് ഷഹാദത്താവുകയില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ പറയരുത്. അത് മുനാഫിക്കുകളും പറഞ്ഞിട്ടുണ്ട്, അല്ല മുഹമ്മദും റസൂലുള്ളാഹിയും അവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. കാര്യമില്ല. കാരണം അവരുടെ ജീവിതം അതിനെതിരാണ്, അവരുടെ കൽബിന് അതിനെതിരാണ്. അതുകൊണ്ട് ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ല തൗഹീദിന്റെ ഈ അടിസ്ഥാനങ്ങൾ ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അവന് ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണി പഠിച്ചത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതിൽ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നീ പഠിക്കുന്നില്ല. നോക്കൂ, ബോധപൂർവം ഈ ഉമ്മത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുന്നതിൽ നിന്നും അവർ തെറ്റിച്ച് കളയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇസ്ലാം കാര്യത്തെക്കുറിച്ച് പറയാൻ, ഇനി ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ആളുകൾക്ക് ഈമാൻ കാര്യങ്ങൾ 6 അറിയാം, ഇസ്ലാം കാര്യങ്ങൾ 5 അറിഞ്ഞതുപോലെ തന്നെ ആ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണി പറയാറുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രാധാന്യമുള്ള ഒന്നാമത്തെ കാര്യമായ അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ് എന്ന ഒന്നാമത്തെ കാര്യം അവരത് പഠിക്കുന്നില്ല. അള്ളാഹുവിനുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം? ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അള്ളാഹു ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളിൽ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കണം? അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് വിശ്വസിച്ചാൽ മതിയോ? അള്ളാഹുവാണ് എനിക്ക് എന്റെ എല്ലാ ഉപജീവനവും നടത്തി തരുന്നതെന്ന് വിശ്വസിച്ചാൽ മതിയോ? ഇവിടെയുള്ള ഭൂമിയിലുള്ള ഓരോ ജീവനെയും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചതെന്നും അതിനെ പരിപാലിക്കുന്നതെന്നും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ അതിനെ മരിപ്പിക്കുമെന്നും ഇതൊക്കെ വിശ്വസിച്ചാൽ മതിയോ എന്നൊരാൾ ചിന്തിക്കുകയാണ് എങ്കിൽ, അതുമാത്രം മതി എന്നൊരാൾ കരുതുകയാണെങ്കിൽ സഹോദരങ്ങളെ, ആ വിശ്വാസം അത് പൂർത്തിയാകുന്നില്ല എന്നാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അതിലേറ്റവും പ്രാധാന്യമായി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമൻതു ബില്ലാഹ് എന്ന് നമ്മൾ ഈ കാര്യം പറഞ്ഞു. സുമ്മസ്തഖീം എന്ന് പറഞ്ഞു. അതിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അള്ളാഹുവാണ് എന്റെ ആരാധ്യൻ എന്ന് പറയലാണ്, എന്ന് പ്രഖ്യാപിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അവനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, സഹായം തേടുകയുള്ളൂ എന്ന് പറയലാണ്. അതാണ് സഹോദരങ്ങളെ ആമൻതു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് തൗഹീദ് എന്ന് നിരുപാധികമായി പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച മനുഷ്യന്മാർക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം എന്താണ്? സമൂഹത്തിൽ മുഴുവനും ഈ കാര്യം, ഇസ്ലാം കാര്യത്തിന്റെ ഒന്നാമത്തേതും ഈമാൻ കാര്യത്തിന്റെ ഒന്നാമത്തേതും ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പഠിക്കുകയോ വിശ്വസിക്കുകയോ വേണ്ട രൂപത്തിൽ പ്രവർത്തികമാക്കുകയോ ചെയ്യാത്തത് കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ദീനുൽ ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളിലാണ് നാട് വ്യത്യാസമില്ലാതെ എല്ലായിടത്തും നമ്മൾ കാണുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിലല്ലാതെ മുസ്ലിം ഉമ്മത്ത് ഈ കാര്യം പൂർണ്ണമായി പാലിക്കുന്ന രാജ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ കാണുന്ന ജാറങ്ങളും ഈ കാണുന്ന ദർഗകളും ഈ കാണുന്ന മക്ബറകളും അവിടെ എല്ലാം നടത്തപ്പെടുന്ന ഉറൂസുകളുമെല്ലാം വിളിച്ചു പറയുന്നത് മുസ്ലിം ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അവർ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത് എണ്ണിപ്പറഞ്ഞു എന്നല്ലാതെ, മദ്രസകളിൽ പരീക്ഷയിൽ എഴുതിയെന്നല്ലാതെ അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഈമാൻ കാര്യങ്ങൾ 6 ഉണ്ടെന്നും അതിലൊന്നാമത്തേത് അള്ളാഹുള്ള വിശ്വാസമാണെന്നും അവർ പറയുകയും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും അവരതിന്റെ താല്പര്യം മനസ്സിലാക്കിയിട്ടില്ല.
എന്നുള്ളതാണ് ഈ കാണുന്ന മക്ബറകളും ഈ കാണുന്ന ജാറങ്ങളും അവിടെ നടത്തപ്പെടുന്ന ഉറൂസുകളും. അതുപോലെ തന്നെ ആളുകൾ ഗദ്യമായും പദ്യമായും മിശ്രിതമായും ഒക്കെ പാടിപ്പറയുന്ന മാല മൗലിദുകളുമെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നതാണ്. ആളുകൾക്ക് ഉമ്മത്തിന് കാര്യം മനസ്സിലായിട്ടില്ല, അവർക്ക് എന്താണ് തൗഹീദ് എന്ന് മനസ്സിലായിട്ടില്ല, അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ പൂർത്തീകരണം അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്കിതെല്ലാം മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് നമ്മൾ ആഴത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും ഇത് നമ്മുടെ കുടുംബം മുതൽ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് മക്കയിലുള്ള വലിയ വലിയ പ്രാന്തപ്രദേശങ്ങളിൽ കുന്നിൻ മുകളിൽ അങ്ങാടികളിലെല്ലാം കയറിയിട്ട് ജനങ്ങളോട് പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, എങ്കിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക എന്നുള്ളത് കേവലം നാവ് കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പറയണം എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അത് വെറുതെ നാവ് കൊണ്ട് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നതായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക് വലിയ പ്രയാസമായിട്ടുള്ളത്. ഞങ്ങൾക്ക് നാവിനൊക്കെ അത് വലിയ പ്രയാസമായിരിക്കും, ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണോ? അല്ല, മറിച്ച് ആ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചെയ്തു പോരുന്ന ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സ്വീകരിച്ച ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും എല്ലാം ഉപേക്ഷിക്കണം. മറിച്ച് അള്ളാഹുവേ എന്നെ നീ രക്ഷിക്കണം എന്ന് പറയേണ്ടി വരും, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇവൻ പറയുന്നത് ഈ ആലിഹത്തുകളെല്ലാം ഒരൊറ്റ ഇലാഹാക്കണമെന്നാണോ? ഇത് അത്ഭുതമുള്ള കാര്യമാണ്, ഇതെന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് അത്ഭുതമുള്ള കാര്യം, ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ ഇവർ ലാത്തയെയും ഉസ്സയെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയുള്ള ഒരു ഇലാഹായിട്ട്, അതുപോലെയുള്ള അള്ളാഹുവിനെ പോലത്തെ ഒരു അള്ളയായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ഇവിടെ ആളുകൾ പഠിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയാണ് ആളുകൾ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ചരിത്രത്തെക്കുറിച്ചോ യഥാർത്ഥത്തിലുള്ള മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ചോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലാ ഇലാഹ, ഇവരുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊള്ളരുതാത്തത് എന്താണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. ഇവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അതിങ്ങനെ അവിടെയും ഇവിടെയും കാലിഗ്രാഫിയായി ചെയ്തത് മാത്രമാണ്, അതിങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞത് മാത്രമാണ്, അതിങ്ങനെ ദിക്റുകളിൽ അവർ ചൊല്ലിക്കൊണ്ടിരുന്നത് മാത്രമാണ്. അതിന്റെ താല്പര്യം അവർ പാലിച്ചിട്ടില്ല എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് പലപ്പോഴും പഠിപ്പിക്കപ്പെടാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുകയില്ല. ഇത് പറഞ്ഞാൽ ഈ പറയുന്ന ഇലാഹുകളെല്ലാം മാറ്റി നിർത്തി അല്ലാഹ് മാത്രമാണ് ഇലാഹ് എന്ന് പറയേണ്ടി വരും എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതാണ് കലിമത്തു തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എൻ്റെ ഇലാഹ്, അല്ലാഹു അല്ലാതെ എനിക്കൊരു ഇലാഹുമില്ല എന്ന് പ്രഖ്യാപിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് തൗഹീദിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കലാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഏകനാക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ തൗഹീദ് ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞപ്പോൾ അൻ തുവഹദ അല്ലാഹ് എന്നാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെയാണ് വതുഖീമ സ്സലാ വതുഅ്തു സക്കാ തസൂമ റമളാൻ വതഹജ്ജൽ ബൈത മൻ ഇസ്തതഅത ഇലൈഹി സബീല എന്ന് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് അൻ തുവഹദ അല്ലാഹ്, അല്ലാഹു ഏകനാക്കപ്പെടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇസ്ലാം കാര്യത്തിന്റെ ഒന്ന്. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു ഏകനാക്കപ്പെടണം എന്നുള്ളതാണ്. എന്ത് കാര്യത്തിലാണ് അള്ളാഹുവിനെ ഏകനാക്കേണ്ടത്? ഇത് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കാര്യത്തിലാണ് ഏകനാക്കേണ്ടത്? സഹോദരങ്ങളെ, എളുപ്പമുള്ള ഉത്തരം ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായുള്ള കാര്യങ്ങളുണ്ട്, അതിലെ അവൻ ഏകനാക്കുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ട്, അതിൽ അള്ളാഹു അല്ലാതെ മറ്റാർക്കും അതിൽ പങ്കില്ല എന്ന് പ്രഖ്യാപിക്കലാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഖുർആൻ പൂർണ്ണമായി ആളുകൾ വായിക്കുകയും അതിൽ മനസ്സിലാക്കുകയും ചെയ്താൽ
ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യം 3 സുപ്രധാനമായ അടിസ്ഥാനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദ് എന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. ഒന്ന്, അള്ളാഹു ആണ് റബ്ബ് എന്നുള്ള കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അതിനാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. റുബൂബിയ്യത്തിലുള്ള തൗഹീദ് എന്ന് പറയുന്നത് ഈ കാര്യമാണത്. അഥവാ സർവ്വ ലോകങ്ങളെയും സൃഷ്ടിച്ചതും അതിനെ ഉടമപ്പെടുത്തുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിന്റെ നിയന്ത്രണവും അതിന്റെ കൈകാര്യകർത്തൃത്വവും എല്ലാം അല്ലാഹു അല്ലാതെ മറ്റൊരു ദേവനുമില്ല, ഒരു ദൈവവുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഒരു നബിക്കും അതിന് കഴിവില്ല, ഒരു മലക്കിനോ ജിന്നിനോ അതിന് കഴിവില്ല, ഒരു ദൈവവും അതിനു വേണ്ടിയിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നാം പുറത്തേക്ക് ഇറങ്ങിയാൽ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്, ആകാശം നമ്മൾ കാണുന്നുണ്ട്. നാം സഞ്ചരിക്കുന്ന ഭൂമിയുണ്ട്, ആ ഭൂമിയിൽ നിന്നും നമുക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് കുടിക്കാൻ. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും വായു ശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വിധാനിച്ച് നൽകിയിട്ടുള്ളത്, നമുക്കിവിടെ ജീവയോഗ്യമായിട്ടുള്ള വാസയോഗ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇതൊന്നും വെറുതെ ഉണ്ടായിട്ടുള്ള കാര്യമല്ല. അല്ല, അങ്ങനെ വെറുതെ കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പോയസം. ഇതെല്ലാം ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ്, ആ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇതാണ് തൗഹീദിന്റെ 1ാം ഘട്ടമായി ഒരാൾ വിശ്വസിച്ചിരിക്കേണ്ട കാര്യം. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നാൽ സഹോദരങ്ങളെ, വിഷയമതല്ല. ഈ കാര്യത്തിൽ ഒരാൾക്ക് തൗഹീദ് ഉണ്ടായാൽ ഒരാൾ രക്ഷപ്പെടുമോ? ഈ അടിസ്ഥാനം ഒരാൾ 3 എണ്ണത്തിൽ 1 പൂർത്തിയാക്കിയാൽ ഒരാൾ രക്ഷപ്പെടുമോ? ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് ഉത്തരം. എന്താണ് തെളിവ്? കാരണം ഈ വിശ്വാസം ഒരാൾ സ്വീകരിച്ചിട്ട് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം രക്ഷപ്പെടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവിടുത്തെ കുടുംബക്കാരായ ഖുറൈശി ഗോത്രക്കാരായിരുന്നു. കാരണം അവർക്ക് നബിയുടെ ബന്ധമുണ്ട്. അബൂ ത്വാലിബ് നബിയുടെ കഫാലത്ത് ഏറ്റെടുത്ത ആളാണ്. അതിനു മുമ്പ് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തിട്ടുണ്ട്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും അവർക്ക് പോലും ഈ കാര്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ വിശ്വാസം, അവർ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നു, അതവർക്ക് ഫലപ്പെട്ടിട്ടില്ല. ഇതെല്ലാം അവർ അംഗീകരിച്ചിട്ടും അവർ തെറ്റിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലങ്ങളിലാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറയുന്ന ആ സംഭാഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ വന്ന് ചോദിക്കുമെന്നാണ്, വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. നബിയെ, മക്കയിലെ മുശ്രിക്കുകളോട് ആകാശഭൂമികളെ ആരാണ് പടച്ചതെന്ന് നീ വെറുതെ ചോദിച്ചു നോക്കൂ. അവർ പറയും, ലാ യഖൂലുന്ന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ സമ്മതിച്ചിട്ടുണ്ട്. അത് വെറുതെ അവർ കളവ് പറഞ്ഞതല്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന അല്ലാഹു അത് വേറെയുമല്ല, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഇതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും സഹോദരങ്ങളെ ഇതിന്റെ തഫ്സീറുകളിലോ എവിടെയുമില്ല. മറിച്ച് വളരെ വ്യക്തമായി മുസ്ലിം ലോകത്തിന് ഇജ്മാ ഉള്ള ഏകാഭിപ്രായമുള്ള കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഇവിടെ പറഞ്ഞ അല്ലാഹ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആകാശഭൂമികളെ പടച്ച നമ്മുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അത് യാതൊരു സംശയം ഒരാൾക്കും വേണ്ടതില്ല. അതാരെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ പോക്കറ്റിൽ നിന്നും അവനെടുത്ത് പറയുന്ന അവനുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് യാതൊരു തെളിവുമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ആകാശഭൂമികളെ പടച്ചത് എന്നുള്ളത് അവർ അംഗീകരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു എന്നാണ്. നമ്മൾ പറഞ്ഞു വന്നത് തൗഹീദുർ റുബൂബിയ്യ എന്ന ഈ ഒരു കാര്യം, ഈ ഒരു അടിസ്ഥാനം അംഗീകരിച്ചത് കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ, അങ്ങനെ ഒരാൾ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുശ്രിക്കുകൾ എന്ന് പറയുമായിരുന്നില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നില്ല, അല്ലയോ കാഫിറുകൾ എന്ന് പറയുമായിരുന്നില്ല. കാരണം അവർ ഈ കാര്യം നിഷേധിച്ചിട്ടില്ല. ആകാശഭൂമികളെ പടച്ചതിനെയോ അതിനെ നിയന്ത്രിക്കുന്നയോ കാര്യം നിഷേധിച്ചിട്ടില്ല. ഈ ആയത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ലാതെ മറ്റ് ആയത്തുകളിൽ ആരാണ് കാര്യങ്ങളെ ജീവിപ്പിക്കുന്നത്, ആരാണ് എല്ലാത്തിനെയും മരിപ്പിക്കുന്നത്, ആരാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്, അതിലൂടെ സസ്യലതാദികൾ മുളപ്പിക്കുന്നത് ആരാണ്, ആരോടാണ് കാര്യപ്രയാസങ്ങൾ ഉണ്ടായാൽ ആരിലേക്കാണ് നമുക്ക് അഭയം തേടാൻ സാധിക്കുന്നത്, ആർക്കെതിരെയാണ് നമുക്ക് അഭയം തേടാൻ സാധിക്കാത്തത്, ഇങ്ങനെയുള്ളവനൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ഉത്തരം ലാ യഖൂലുന്ന അല്ലാഹ് എന്നുള്ളത് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം 1-2 ആയത്തുകളിൽ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സൂറത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഒന്നാമത്തെ അടിസ്ഥാനമായി തൗഹീദുർ റുബൂബിയ്യ അത് അംഗീകരിച്ചത് കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല.
എന്നാൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം തൗഹീദുൽ ഉലൂഹിയ്യ, അഥവാ ഇങ്ങനെയുള്ള ഈ റബ്ബ് അവൻ മാത്രമാണ് എൻ്റെ ഇലാഹ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കലാണ്. അവൻ മാത്രമാണ് എൻ്റെ ഇലാഹ് എന്നുള്ള നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ തെളിയിക്കലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളെല്ലാം ഈ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം നമ്മൾ നൽകണം. നമ്മൾ നിസ്കാരം അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാത്രം നൽകുന്നത് പോലെ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് ആളുകൾ പറയുന്നുണ്ട് ജനങ്ങളെ കാണിച്ച് ചെയ്യരുത്, ജനങ്ങളെ കാണിച്ച് ചെയ്താൽ പ്രതിഫലം കിട്ടില്ല, നരകത്തിലേക്ക് പോകേണ്ടി വരും, എല്ലാവരും അംഗീകരിക്കാറുണ്ട്. സക്കാത്ത് ചെയ്യുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും ഒക്കെ ആളുകൾ പറയാറുണ്ട് ഇത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ദുആ ചെയ്യുന്ന വേളയിൽ, സഹായം ചോദിക്കുന്ന വേളയിൽ, അറവ് നടത്തുന്ന വേളയിൽ ആളുകൾ ഇത് പറഞ്ഞു കൊടുക്കുകയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം അതാണ്. അവിടുന്ന് അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ആവർത്തിച്ച് നമ്മോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന കരാറാണ്. ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നോടാണ് ഇബാദത്ത് ചെയ്യുന്നത്, വ ഇയ്യാക നസ്തഈൻ, ഞാൻ നിനക്ക് മാത്രമാണ് നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത്, എന്റെ സഹായ അഭ്യർത്ഥനയും എന്റെ ഇബാദത്തുകളും എല്ലാം നിന്നോട് മാത്രമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എന്നാൽ അല്ലാഹു തആലയോട് നമ്മൾ പറഞ്ഞ കരാർ എന്താണ്? ഇയ്യാക നഅ്ബുദു, നിന്നോട് മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അത് തന്നെയാണ് പ്രാർത്ഥന. രണ്ടും കൂട്ടി വായിച്ചാൽ ഇയ്യാക നദ്ഉ എന്ന് നമുക്ക് കിട്ടും. നിന്നോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നമ്മൾ എപ്പോഴും കരാർ ചെയ്തുകൊണ്ടേയിരിക്കണം. റബ്ബേ, നിന്നോട് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ ളുഹർ നിസ്കരിച്ച ആളുകൾ അല്ലാഹു തആലയോട് 4 പ്രാവശ്യമെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യുകയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അതാണ് ഇതിന്റെ നേർക്ക് നേരെയുള്ള മഅന. കാരണം അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന ആരാധന അല്ലെങ്കിൽ പിന്നെ ഒരു ആരാധനയില്ല. പ്രാർത്ഥന ആരാധനയില്ലെങ്കിൽ നിസ്കാരം ആരാധനയല്ല. പ്രാർത്ഥന ആരാധനയല്ലെങ്കിൽ സക്കാത്തോ ഹജ്ജോ ഒരു കർമ്മവും ആരാധനയല്ല. കാരണം ആരാധനയുടെ മജ്ജ തന്നെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ ആരാധനയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തേട്ടമില്ലെങ്കിൽ ഒരു ആരാധന നിലനിൽക്കുകയില്ല. ആരാധനകളുടെ മജ്ജയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് നമ്മൾ റബ്ബിനോട് എല്ലാ തവണയും എടുത്തു പറയുന്നത് ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ, അഥവാ നിന്നോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത്. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമ്പിയാക്കൾ മുഴുവനും അവരുടെ സമുദായത്തിൽ കാര്യങ്ങൾ ചെന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തു പറയാനാണ്? അള്ളാഹുവാണ് ലോകങ്ങളെ പടച്ചതെന്നും ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയാനാണോ? അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നന്ദികേട് കാണിക്കരുത് എന്ന് പറയാനായിരുന്നോ? അല്ല, അതൊക്കെ അവർക്കറിയായിരുന്നു. ലോകത്ത് ജീവിച്ചു മരിച്ചുപോയ സിംഹഭാഗം മനുഷ്യരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. തുലവും കുറവ് യുക്തിയില്ലാത്ത യുക്തിവാദികളല്ലാതെ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യത്തെ നിരാകരിച്ചിട്ടില്ല. മറിച്ച് അംബിയ മുർസലീങ്ങളെല്ലാം പറഞ്ഞത് അല്ലാഹു തആല പറഞ്ഞു തന്നത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അൻദുഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറയാനാണ് എല്ലാ നബിമാരും വന്നത് എന്നാണ്. എല്ലാ നബിമാരും സമൂഹത്തിൽ വന്ന് പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറയാനാണ്. വജ്തനിബു ത്വാഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പലതുമുണ്ടല്ലോ, അതിനെ നിങ്ങൾ ഒഴിവാക്കണം, വെടിയണം. ഇത് പറയാനാണ് എല്ലാ നബിമാരും വന്നിട്ടുള്ളത്. അല്ല, നമ്മെ പഠിച്ചിട്ടുള്ളത് അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന. എവിടുന്നാണ് മാത്രം എന്ന് കിട്ടിയത്? ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞതിന് മുഫസ്സിറുകൾ, മുൻഗാമിയായ സ്വഹാബികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇല്ലാ ലിയുവഹിദൂൻ, എന്നെ മാത്രം തൗഹീദിന് വേണ്ടിയിട്ടാണ്, എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം പ്രാർത്ഥനകൾ, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമല്ലെങ്കിൽ അതിന് ഇബാദത്ത് എന്ന് പറയാൻ സാധിക്കുകയില്ല. അത് പൊളിഞ്ഞു പോകും. യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നിസ്കാരത്തിൽ വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ പ്രതീക്ഷിച്ചാൽ, അവരുടെ പുകഴ്ത്തലുകളോ പ്രശംസകളോ ഒരാൾ ഉദ്ദേശിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, തള്ളിപ്പോകും.
എന്നുള്ളത് മുഴുവൻ മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ്. സകാത്ത് കൊടുക്കുമ്പോൾ, സദഖകൾ കൊടുക്കുമ്പോൾ ആളുകൾ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് എന്നെ പറയണമെന്ന് ആഗ്രഹിച്ച ഒരാൾ കൊടുത്താൽ അതൊരുകൊണ്ട് ഒരു ഉപകാരവും കിട്ടുകയില്ല എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിൽ അതുപോലെ അതിനേക്കാളേറെ അറിയുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്ന ഈ ദുആകളും അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ദുആ അള്ളാഹുവിനോടല്ലാതെ, ദുആ എന്ന നിസ്കാരം എന്നുള്ള ഇബാദത്ത് അള്ളാഹിനോട് മാത്രമേ ചെയ്യാൻ പറ്റൂ. വേറൊരാൾ എന്റെ നിസ്കാരത്തിന് പുകഴ്ത്തൽ പോലും പാടില്ല. അവർക്ക് വേണ്ടി നിസ്കരിക്കുന്നൊന്നുമില്ല, ഒരു പുകഴ്ത്തൽ. അത് തന്നെ നിന്റെ ഇബാദത്തിന്റെ നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിനെ പൊളിച്ചു കളയുന്നു. എന്നാൽ ഇവിടെ ചെയ്യുന്നത് വേറൊരാൾ ഞാൻ ദുആ ചെയ്യുന്നത് കണ്ടത് എന്നെ പുകഴ്ത്തുക എന്നുള്ളതല്ല. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് വേറൊരാൾ കണ്ട് എന്നെ പുകഴ്ത്തണമെന്ന ആഗ്രഹമല്ല. മറിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന എന്ത് കാര്യമുണ്ടോ ആ അതേ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പോയി ദുആ ചെയ്യുകയാണ്. അഥവാ ഏതൊരു കാര്യമാണ് അള്ളാഹുവിനോട് അതേ കാര്യം യാ അള്ളാഹ് എന്നാക്കിയാൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താകുന്നെങ്കിൽ യാ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ് നീ ചൊല്ലുന്ന കാര്യം അത് മുഹീദ്ദീൻ ഷെയ്ഖിനോടുള്ള ദുആയാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനോടുള്ള ആരാധനയാണ്. നീ അതിലൂടെ മുഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിച്ചിരിക്കുന്നു, അതിലൂടെ നീ മുഹീദ്ദീൻ ഷെയ്ഖിനെ ഇലാഹാക്കിയിരിക്കുന്നു. എന്റെ മടവൂര് തങ്ങളെ അല്ലെങ്കിൽ മടവൂരെ എന്ന് നീ വിളിച്ച് നീ നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നീ മടവൂരിനെ ഇലാഹാക്കിയിരിക്കുന്നു. നീ ഇത്തരം കാര്യങ്ങളാണ് മാല മൗലൂദുകളിലൂടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്. നീ ഈ പറയുന്ന ആളുകളോടൊക്കെ ദുആ ചെയ്താൽ നീ യഥാർത്ഥത്തിൽ അവരെ ആരാധിക്കുകയാണ് എന്ന് വെച്ചാൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കലിമത്തു തൗഹീദായ ഈ വാക്യത്തിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ഇലാഹായി മറ്റാരുമില്ല എന്നാണ്. അതിനൊന്നും അർഹതയുള്ള ഒരാളും ഇല്ല എന്നുള്ള പ്രഖ്യാപനമാണത്. ബാക്കി ഒരാൾക്കും ഇലാഹാകാനുള്ള അർഹത ഇല്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരും തന്നെ ഇല്ല എന്ന കാര്യമാണ്. ഇതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ കാര്യമായ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്ന കാര്യം. ഇവിടെയാണ് ജനങ്ങൾ ബഹുഭൂരിപക്ഷവും പിഴച്ചു പോയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറവ് നടത്തുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന്. ഏതെങ്കിലും ദർഗയിലേക്ക് നേർച്ചയാക്കി ആ ദർഗയിൽ പോയി അറുത്താൽ ആ ദർഗയിലുള്ള മനുഷ്യന്റെ പൊരുത്തം എനിക്ക് കിട്ടും, എന്നിട്ട് അവിടുന്ന് വല്ലതും ദുആ ചെയ്താൽ പെട്ടെന്ന് എളുപ്പമാകും. അതിനാണ് അറവ് നടത്തുന്നത്. അതല്ലെങ്കിൽ പ്രത്യേക ദർഗകളെ നേർച്ചയാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആളുകൾ ഉള്ളാളത്ത് പോയിട്ടും അതുപോലെ മമ്പുറത്ത് പോയിട്ടുമൊക്കെ എന്തെങ്കിലും അറവ് നടത്തുന്നത്. അതല്ലെങ്കിൽ നീ അവിടെ അറവ് നടത്തണ്ട, ഒരാൾ അവിടെ ഭക്ഷണ വിതരണം ചെയ്യുന്നത്, അതിലൂടെ അവൻ പ്രതീക്ഷിക്കുന്നത് ഈ ദർഗയിലുള്ള ഔലിയ ഈ പ്രവൃത്തി കാരണത്താൽ എന്നെ ഇഷ്ടപ്പെടും, എന്റെ മുരീദാക്കി എന്നെ കൈപിടിക്കും, അങ്ങനെ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കും എന്ന് വിശ്വസിച്ചു വേണ്ടി ആ ഔലിയാക്ക് വേണ്ടി നീ എന്ത് ഇബാദത്ത് ചെയ്താലും, അതൊരു ഈച്ചയെ നീ അറുത്താലും ശരി, ഒരു ഈച്ചയെ നീ ബലി കൊടുത്താലും ശരി, അത് മുഖേന നീ അള്ളാഹുവിൽ അവിശ്വസിച്ചിരിക്കുന്നു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ രണ്ടാമത്തെ കാര്യമായ തൗഹീദുൽ ഉലൂഹിയ്യയുടെ താല്പര്യം എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ അടിസ്ഥാനം അത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് നാമങ്ങളുണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട്. ഈ നാമങ്ങളെല്ലാം മനോഹരമായ നാമങ്ങളാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനാണ് ഏറ്റവും മനോഹരമായ നാമങ്ങളുള്ളത്. ആ നാമങ്ങളെ കുറിച്ച് പഠിക്കണം, ആ നാമങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം, ആ നാമങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ആ നാമങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ പറയണം. അങ്ങനെ നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അത് മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നീ അതുപോലെ വിശ്വസിക്കണം. ആ വിശേഷണങ്ങളിൽ പറയുന്ന അർത്ഥങ്ങളെ നിന്റെ ബുദ്ധിതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നീ മറ്റെന്തെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾ അതിനെ കൊടുത്ത് അതിനെ വേറെ നിലക്ക് വ്യാഖ്യാനിക്കരുത്. പക്ഷെ അള്ളാഹു പറഞ്ഞതുപോലെ നീ വിശ്വസിക്കണം. ഇതാണ് ഈ തൗഹീദിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ നീ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹുവാണ് വിശാലമായ കാരുണ്യമുള്ളവൻ, അവനാണ് ഈ കാരുണ്യത്തെ ജനങ്ങളിലേക്കെല്ലാം എത്തിക്കുന്നവൻ എന്ന കാര്യത്തെ നീ അതുപോലെ ഉൾക്കൊള്ളണം. അള്ളാഹുവാണ് റഹ്മാൻ എന്ന് നീ വിശ്വസിക്കണം. ആ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ റഹ്മത്ത് എന്നുള്ള സിഫത്തുണ്ട്, വിശേഷണമുണ്ട് എന്ന കാര്യം നീ ഉൾക്കൊള്ളണം. അതനുസരിച്ച് നീ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു റഹ്മാനായ റബ്ബ് മറ്റൊരാളുണ്ട് എന്ന് നീ വിശ്വസിക്കാൻ പാടില്ല. അത് നീ കൃത്യമായി സഹോദരങ്ങളെ നീ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതുപോലെ അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക്
വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന് മുഖമുണ്ട്. അള്ളാഹുവിന്റെ മുഖം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എത്ര സ്ഥലങ്ങളിലാണ്. വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ മുഖം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് ഒരു മുഅ്മിൻ അതിൽ വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ, അവന്റെ ജലാലത്തിനും അളമത്തിനും അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന് മുഖമുണ്ട്. അത് പടപ്പുകളുടെ മുഖം പോലെയല്ല. അതിന് പടപ്പുകളുടെ മുഖത്തിനോട് യാതൊരു സാദൃശ്യവുമില്ല. നിനക്ക് അള്ളാഹുവിന്റെ ദാത്തിന്, അസ്തിത്വത്തിനെ എപ്രകാരം നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലയോ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളെയും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിനക്ക് ചെയ്യാൻ സാധിക്കുക അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അങ്ങനെ തന്നെയുണ്ട് എന്ന് വിശ്വസിക്കലാണ്. അത് നീ വിശ്വസിച്ചാൽ മതി. അതിന് മറ്റൊരു മുഖം പോലെയാണ് നീ സാദൃശ്യപ്പെടുത്തേണ്ടതില്ല. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റെന്തെങ്കിലുമാണ് നീ ദുർവ്യാഖ്യാനിച്ച് മെനക്കെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബികൾ സമിഅനാ വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നല്ലാതെ അവരൊരാളും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. സ്വഹാബികളോ സലഫുകളോ ഒരാൾ പോലും അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തെയും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു അവനെക്കുറിച്ച് അറിയിച്ചു തന്നത് അതുപോലെ വിശ്വസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തന്നപ്പോൾ അതുപോലെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് സൂറത്ത് ത്വാഹയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ ആരോഹിതനായിരിക്കുന്നു, ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സദസ്സിൽ ചില ആളുകൾ വന്ന് ചോദിച്ചു, കൈഫൽ ഇസ്തിവാ, ഇസ്തിവാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്തിവാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം ഉടനെ ഉത്തരം പറയുകയല്ല ചെയ്തത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെ കുറിച്ച് ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ അതിനെക്കുറിച്ച് തെറ്റായ രീതിയിലുള്ള ചോദ്യം, അതങ്ങനെ ശരിയാവുകയില്ലല്ലോ എന്ന രൂപത്തിലുള്ള അനാവശ്യമായ ചോദ്യം ദീനിൽ നിന്നും പിഴച്ചു പോകുന്ന ബിദ്അത്തിന്റെ ചോദ്യമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവാ എന്ന് പറഞ്ഞാൽ എന്താ, നിനക്ക് ഭാഷ മനസ്സിലാകുന്നില്ലേ? അറബി അറിയാത്ത ഒരാളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് ഇസ്തിവാ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന കാര്യമാണ്, കാരണം നിങ്ങൾക്ക് അറിയില്ല. ഇമാം മാലിക്കിന്റെ സദസ്സിലിരിക്കുന്ന മനുഷ്യന് അറബി അറിയാം, നിനക്കത് ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിലാവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അർശിന്റെ മുകളിലാണ്, അർശിന് ഭവിഷ്ഠനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അള്ളാഹു മനുഷ്യൻ ഇരിക്കുന്നത് പോലെ, രാജാവ് കസേരയിൽ ഇരിക്കുന്നത് പോലെ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നത് പോലെ അല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഇസ്തിവാ ചെയ്യുക എന്നുള്ളത് നമുക്കറിയുകയില്ല. വൽ കൈഫ് മജ്ഹൂൽ, അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അതിന്റെ രൂപം നമുക്കറിയില്ല, മജ്ഹൂലാണ്, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹു അർശിന് മുകളിൽ ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് നീ ഏതെങ്കിലും രാജാവിനെ പോലെയാണെന്നോ ഏതെങ്കിലും മനുഷ്യനെ പോലെയാണെന്നോ ഒരിക്കൽ നീ ധരിക്കാൻ പാടില്ല. അത് പടപ്പുകളുടെ കാര്യത്തിൽ പോലും നമ്മൾ അങ്ങനെ കണക്കാക്കാറില്ല. മനുഷ്യനിരിക്കുന്നത് പോലെയല്ല നായ ഇരിക്കാറുള്ളത്, നായ ഇരിക്കുന്നത് പോലെയല്ല ഒരു ഈച്ച വന്നൊരു വസ്തുവിൽ വന്നിരിക്കാറുള്ളത്. ഓരോ പടപ്പുകൾക്ക് പോലും പേരൊന്നാണെങ്കിലും അതിന്റെ പ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പടച്ചവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവൃത്തിയിൽ അവന്റെ വിശേഷണത്തിൽ എന്തുമാത്രം വ്യത്യാസമായിരിക്കും. മനുഷ്യരിൽ തന്നെ വ്യത്യസ്തതയാണുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ അവന് യോജിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അത് പടപ്പുകളോട് യാതൊരു സാദൃശ്യവുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അൽ കൈഫു മജ്ഹൂൽ, അതിന്റെ രൂപം നമുക്കറിയില്ല. എന്നാൽ വൽ ഈമാനു ബിഹി വാജിബ്, അതങ്ങനെ വിശ്വസിക്കൽ നമുക്ക് വാജിബാണ്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിലാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ലല്ലോ. രാത്രിയുടെ 1/3 അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു പറയുമ്പോൾ എങ്ങനെയാണ് രണ്ടും ശരിയാവുക എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളോ ചിന്തകളോ വേണ്ട. വസ്സുആലു അൻഹു ബിദ്അ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ബിദ്അത്താണ്. അഖ്രിജൂഹു ഹാദാ റജുൽ മിൻ ഹാദൽ മജ്ലിസ്, ഈ മജ്ലിസിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അയാളെ പുറത്താക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സ്വഹാബികൾ ഇന്ന് വരെ ഈ ആയത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല ഈ കാര്യം. കാരണം സ്വഹാബികൾക്ക് ഇത് രണ്ടും അറിയാം. സ്വഹാബികൾക്ക് ഈ രണ്ട് കാര്യവും അറിയാം, ആയത്തും അറിയാം, ഹദീസും അറിയാം. അതല്ല, അവരെക്കാൾ ബുദ്ധിയും അവരെക്കാൾ ഗഹനശേഷിയും അവരെക്കാൾ ഗവേഷണ ബുദ്ധിയും ഒക്കെ ശേഷക്കാരായ ആർക്കെങ്കിലുമാണ് ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ പമ്പര വിട്ടിയാണ്. കാരണം സ്വഹാബികളോളം ഖുർആനിൽ ഓരോ ആയത്തിന്റെയും ഹർഫായി അർത്ഥങ്ങളും ആശയങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അതുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പോലും അറിയുന്ന മറ്റൊരാളുമില്ല. അവരിൽ 10 ആയത്തുകൾ പഠിച്ചാൽ അത് അമല് ചെയ്യാതെ അടുത്ത ആയത്തുകൾ പോലും പഠിക്കാറില്ലായിരുന്നു എന്നാണ്. അവർക്ക് ഈ ആയത്തിന്റെ താല്പര്യം മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രാത്രിയുടെ 1/3 ബാക്കിയുണ്ടാകുമ്പോൾ ആകാശം 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന കാര്യത്തിനോട് എതിരാകുമെന്ന് സ്വഹാബികൾ കണ്ടിട്ടില്ല. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ കുറിച്ച് സംശയമുള്ള ആളുകളല്ല.
വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു എല്ലാത്തിനും കഴിയുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് രാത്രിയുടെ 1/3 ഒന്നാം ആകാശത്തേക്ക് വരുവാൻ, അർശിലുണ്ടായിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ ചിന്തയിൽ അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നത് വലിയ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മൂന്നാമത്തെ കാര്യത്തിലും അനേകം സമുദായങ്ങൾ പിഴച്ചുപോയിട്ടുണ്ട്. ഒരുപാട് വിഭാഗങ്ങൾ ഇതിൽ പിഴച്ചുപോയിട്ടുണ്ട്. അവരുടെ ആധാരം ബുദ്ധിയാണ്. നമ്മുടെ ആധാരം, ശരിയുള്ള ആളുകളുടെ ആധാരം ഖുർആൻ സുന്നത്തുമാണ്, സലഫുകളുടെ മാർഗമാണ്. പിഴച്ചുപോയ ആളുകൾ പിഴച്ചുപോയത് അവർ ഈ കാര്യത്തിൽ ചിന്തിച്ചു. ഈ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ അത് അള്ളാഹുവിന് യോജിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഇസ്തിവ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ പറയാം ഇസ്തൗല, അള്ളാഹു അധികാരം പിടിച്ചെടുത്തു എന്നാക്കി കളയാം എന്ന് പറഞ്ഞ ചില ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു. അവരുടെ തഫ്സീറുകൾ അവർ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു തഫ്സീർ എവിടെ മുൻഗാമികളിൽ ആര് പറഞ്ഞു എന്നുള്ളതിന് അവർക്ക് യാതൊരു രേഖയുമില്ല, ഒരു തെളിവുമില്ല. അത് വെറുതെ അങ്ങ് പറഞ്ഞതാണ്. ഏതെങ്കിലും ഇമാമ് തുടങ്ങി വെച്ചതാണ്, പിൽക്കാലത്ത് ഒരാൾ തുടങ്ങി വെച്ചതാണ്. അയാളെ കണ്ടിട്ട് അയാളുടെ മദ്ഹബിലാണ് ഞാനും അന്ധമായി തഖ്ലീദ് ചെയ്തുകൊണ്ട് അശ്അരികളും മാതുരീദികളും തുടങ്ങുന്ന മദ്ഹബുകാർ അവരും അത് ഏറ്റു പറയാൻ തുടങ്ങി. ഇത് തുടങ്ങി വെച്ചത് ജഹ്മികളായിരുന്നു. അള്ളാഹുവിന്റെ സിഫാത്തുകളെ മുഴുവനായി തള്ളിക്കളയുന്ന ആളുകളായിരുന്നു. എന്നാൽ ചിലത് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് അശ്അരികൾ ചിലത് അംഗീകരിക്കുകയും ബാക്കിയെ ദുർവ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ഈ വിഷയത്തിൽ പിഴച്ചു പോവുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ചിന്തിക്കുമേ ഇത് അള്ളാഹു യോജിക്കില്ല, അതുകൊണ്ട് വേറൊരു വ്യാഖ്യാനം പറയാം. അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞത് തെളിവ് വേണം. അള്ളാഹുവിനെ കുറിച്ച് ഏതെങ്കിലും സിഫത്തിൽ അതിന്റെ ഭാഷാപരമായ അർത്ഥമല്ല ഇങ്ങനെയാണത് വേണ്ടതെങ്കിൽ കൃത്യമായ തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വേണം. സ്വഹാബികൾ നമുക്കത് വിശദീകരിച്ച് പറഞ്ഞതായിട്ട് വേണം. അതല്ലാതെ നമുക്ക് ദുർവ്യാഖ്യാനിക്കാൻ, നമ്മുടെ ഇഷ്ടത്തിന് ഖുർആനിന്റെ അർത്ഥങ്ങളെ തെറ്റിദ്ധരിച്ച് ഓതാൻ, അർത്ഥം പറയാൻ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിൽ അത് കൃത്യമായി വിശ്വസിക്കണം. ഈ വിശ്വാസമില്ല എങ്കിൽ സഹോദരങ്ങളെ, സിറാത്തൽ മുസ്തഖീമിൽ നിന്നും, ശരിയായ വഴിയിൽ നിന്നും, തൗഹീദിന്റെ മാർഗത്തിൽ നിന്നും നമ്മൾ തെറ്റിപ്പോകും, ബിദ്അത്തിന്റെ ആളുകളായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായി പോകും. അങ്ങനെ ഒരിക്കലും നമ്മൾ ആകാൻ പാടില്ല. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ അത് അടിസ്ഥാനങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന്റെ അടിസ്ഥാനങ്ങളാണ് ഈ 3 കാര്യം. ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിൽ തൗഹീദുള്ളവനായി തീരേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളിലും ഈ അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹു മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്, അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അവൻ ഉന്നതമായ വിശേഷണങ്ങളുണ്ട്, മനോഹരമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളനുസരിച്ച് ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, ഇത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം ഉണ്ടായാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പു തരാൻ പറ്റും. ഈ അടിസ്ഥാനങ്ങൾ ഒരാൾ മനസ്സിലാക്കി ഇതിനെ പൊളിച്ചു കളയുന്ന ഒരു പ്രവൃത്തി ഒരാൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പു തരാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഉറപ്പു തരാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ കാര്യം, അവനൊരിക്കലും കാലാകാലം നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അവനൊരിക്കലും കാലാകാലം നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഈ തൗഹീദിന്റെ അടിസ്ഥാനം അത് നീ കൃത്യമായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും അതിനെതിരാകുന്ന കാര്യങ്ങൾ നീ ഒരിക്കലും ചെയ്യാതിരിക്കുകയും ചെയ്താൽ നീ കാലാകാലം നരകത്തിൽ കിടക്കുക എന്ന് പറയുന്ന കാര്യം നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, കാലാകാലത്തിൽ നരകത്തിൽ കിടക്കാതിരിക്കുക എന്തുമാത്രം നമ്മളിൽ ഓരോരുത്തർക്കും മതിയായതല്ല. മറിച്ച് നരകത്തിൽ പ്രവേശിക്കാനേ പാടില്ല. കാരണം നരകത്തിൽ കിടക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ 1000കണക്കിന് വർഷത്തിന് തുല്യമാണത്. നരകത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 വർഷങ്ങൾക്കപ്പുറത്താണത്. അത് വേറെ ലോകമാണ്. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇതൊക്കെ ഈ ഹറാമുകളൊക്കെ ആസ്വദിച്ചാൽ എന്ന് തൗഹീദുണ്ടല്ലോ, കുറച്ച് നരകത്തിൽ കിടന്ന് പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ മതിയല്ലോ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് ഭൂമിയിൽ ഒരു ദിവസം തീയിൽ കിടക്കാൻ തയ്യാറാകുമോ? ഒരു നിമിഷം ഒരു തീ അവന്റെ കൈ തിരിച്ചു വലിക്കാതെ അവൻ കാണിക്കാൻ പറ്റുമോ? ഇല്ല. മറിച്ച് ഒരു നിമിഷം പോലും അവൻ ഭൂമിയിലുള്ള തീ പോലും അവൻ സഹിക്കാൻ സാധിക്കുകയില്ല. അവന്റെ തോല് കരിഞ്ഞു പോകുമ്പോൾ അവൻ വേദനിച്ച് പൊളഞ്ഞു പോകും. പിന്നീട് അതുകൊണ്ടുള്ള ആ വ്രണവുമായി അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ ഒരിക്കലും തന്നെ ആ പണിക്ക് പിന്നീട് മുന്നേറുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, നരക തീ എന്ന് പറയുന്നത് ദുനിയാവിലെ തീയേക്കാൾ 10 മടങ്ങ് ഘനമുള്ള തീയാണ്. 10 മടങ്ങ് പൊള്ളലേൽപ്പിക്കുന്ന ചൂടുള്ള തീയാണ്. അതിലൊരു ദിവസം പോയിട്ട് ഒരു നിമിഷം നമുക്ക് കഴിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദിന്റെ അടിസ്ഥാനം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇത് മതി എന്ന് പറഞ്ഞ ഒരാൾ ആശ്വസിക്കുകയാണ് എങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. തൗഹീദ് ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളുണ്ട്. ബാക്കി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും,
എന്നയാൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അവൻ ഏറ്റവും വലിയ അബദ്ധത്തിലാണുള്ളത്. അതുകൊണ്ട് തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ പോരാ, അതിന്റെ പൂർത്തീകരണം നമുക്ക് വേണം. തൗഹീദ് നമ്മൾ പൂർത്തീകരിക്കണം, നമ്മുടെ ജീവിതത്തിലൂടെ തൗഹീദ് പൂർത്തീകരിക്കണം. വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വളരെ ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ ഈ സമയപരിധിയിൽ നിന്നുകൊണ്ട് സഹോദരങ്ങളെ ചില കാര്യങ്ങൾ പറയാം. തൗഹീദ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് തൗഹീദിന്റെ പൂർത്തീകരണം യഥാർത്ഥത്തിൽ രണ്ട് രൂപത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. ഒന്ന്, അത് വാജിബായ പൂർത്തീകരണമാണ്. നിർബന്ധമായി ഇത് പൂർത്തീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് സ്വർഗം നഷ്ടപ്പെടും. നിർബന്ധമായി നീ പൂർത്തീകരിക്കേണ്ടതായ തൗഹീദിന്റെ കാര്യങ്ങളുണ്ട്. രണ്ട്, മുസ്തഹബായ കാര്യമാണ്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാനും ഈ വാജിബായ തൗഹീദിന്റെ പൂർത്തീകരണത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകളോ അബദ്ധങ്ങളോ നിനക്ക് സംഭവിച്ചാൽ അതിനെ പരിഹരിക്കുന്നതുമായ കാര്യങ്ങളാണ് സുന്നത്തായ പൂർത്തീകരണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ മനസ്സിലാക്കുക, വാജിബായ തൗഹീദിന്റെ പൂർത്തീകരണം അത് നിങ്ങൾ ചെയ്യേണ്ടത് 4 കാര്യങ്ങളിലൂടെയാണ്. വാജിബായ തൗഹീദിന്റെ പൂർത്തീകരണം 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതായിരിക്കും. അതിലൊന്നാമത്തെ കാര്യം, നീ ശിർക്കുൻ അസ്ഗറിൽ നിന്നും നീ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ചെറിയ ശിർക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ശിർക്ക് എന്നല്ല അതിനർത്ഥം. മറിച്ച് ദീനിൽ നിന്നും പുറത്തു പോകുന്ന ഒരു ശിർക്കല്ല, പക്ഷെ അത് ശിർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹു പാപങ്ങൾ പുറത്തു തരികയില്ല എന്ന് തന്നെ സ്വഹാബികളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശിർക്ക് നിന്നിൽ സംഭവിച്ചാൽ നിന്റെ അബദ്ധങ്ങൾ, തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയില്ല എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശിർക്ക് സംഭവിക്കുന്നത് അവർ വളരെയധികം പേടിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്? ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പുകഴ്ത്തലുകൾക്കും പ്രശംസകൾക്കും വേണ്ടി നീ അള്ളാഹുവിനെ ആരാധിക്കണം. ആരാധിക്കുന്നത് അള്ളാഹുവിനാണ്. ആ അടിസ്ഥാനം നീ ശരിയാക്കിയിട്ടുണ്ട്. അതല്ലായെങ്കിൽ നീ അതിൽ നിന്നും പുറത്തേക്ക് പോയി, നീ വലിയ ശിർക്ക് തന്നെ സംഭവിച്ചു. നീ ആരാധിക്കുന്നത് അള്ളാഹുവിനാണ്, ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനാണ്. പക്ഷേ മറ്റുള്ളവരുടെ പ്രശംസ, മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ അവർ നൽകുന്ന നേട്ടങ്ങൾ അത് നീ ആഗ്രഹിച്ചുകൊണ്ട് പണിയെടുക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വിശാലമായി ചർച്ച ചെയ്യേണ്ട, അതിനുവേണ്ടി തന്നെ ക്ലാസുകൾ മാറ്റിവെക്കേണ്ടതായ കാര്യങ്ങളാണ്. സ്വഹാബികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട കാര്യവും അതാണ്. തൗഹീദുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ, അഥവാ അടിസ്ഥാനം പൂർത്തിയാക്കിയ ആളുകളെ ഏറ്റവും കൂടുതൽ പിശാച് പിടിക്കുന്നതും ഈ കാര്യത്തിലായിരിക്കും. ഈ കാര്യത്തിൽ നിന്റെ അമലുകളെ ബാത്തിലാക്കി അവസാനം നിന്റെ തൗഹീദ് എന്ന് പറഞ്ഞ് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നെ പരലോകത്തേക്ക് എത്തിക്കുന്ന പണി പിശാചെടുക്കും. നീ നിസ്കരിച്ചാൽ അവിടെ അവൻ കൊണ്ടുവരും ദിയാ. ആളുകൾക്ക് വേണ്ടി നിന്റെ നിസ്കാരം നന്നാക്കിപ്പിക്കും. ആളുകൾ കാണുക നീ സദഖകൾ ചെയ്യാൻ പിശാച് നിന്നെ മന്ത്രിക്കും. ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവണത നിന്റെ ജീവിതത്തിൽ ഓരോ സ്ഥലത്തും വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന അഗ്ന ശുറകാഇ അനിശ്ശിർക്ക്, ശിർക്ക് ചെയ്യുന്ന ഈ ആളുകളിൽ നിന്നും ഞാൻ ധന്യനാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർക, ആരെങ്കിലും എനിക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ മറ്റൊരാൾക്ക് പങ്കുകൊടുത്താൽ അവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനേകം കാര്യങ്ങൾ സഹോദരങ്ങളെ ഉണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ നീ സത്യം ചെയ്യുക എന്നുള്ളത് നീ ദീനിൽ നിന്നും പുറത്തു പോയിട്ടില്ലെങ്കിലും നിനക്ക് ചെറിയ ശിർക്കാണ് സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്, സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യണം, വല്ലാഹി എന്ന് പറയണം. ഈ കാര്യത്തിൽ എത്ര ആളുകൾക്കാണ് അബദ്ധം? ബദരീങ്ങളാണ് സത്യം, മുഹൈദ്ദീൻ ശൈഖാണ് സത്യം, മമ്പുറം തങ്ങളാണ് സത്യം എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അജ്മീർ ഖാജയാണ് സത്യം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ല, ചില ഖബറുകളിൽ, ചില ദർഗകളിൽ അങ്ങനെ നാട്ടിപ്പിടിച്ച ചില ചരടുകളുണ്ട്, കയറുകളുണ്ട് എന്ന്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ പറയാൻ വേണ്ടി ആ സത്യം പറയാനുള്ള ഈ കയറിൽ പിടിച്ച് പറയുന്ന രീതി ഇന്നും കേരളത്തിൽ പല ജാറങ്ങളിലുമുണ്ട്, മറ്റു സ്ഥലങ്ങളിലുമുണ്ട്. അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് തന്നെ നീ ശിർക്ക് ചെയ്തു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് ചിലപ്പോൾ നിന്നെ വലിയ ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യവും കൂടിയാണ്. അഥവാ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്തിട്ട് അതിനെതിരെ ചെയ്താൽ അവൻ എന്നെ എന്തെങ്കിലും മറഞ്ഞ മാർഗത്തിൽ എന്നെ ഉപദ്രവിക്കും, എനിക്ക് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ നീ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വലിയ ശിർക്കിലേക്ക് ഇത്തരം സത്യം ചെയ്തിലൂടെ നീ എത്തിച്ചേരും. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്.
ഈ രൂപത്തിൽ സഹോദരങ്ങളെ, ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ നിന്നെ വലിയ ശിർക്കിലേക്ക് എത്തിക്കുന്നതായ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതൊരാൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിർബന്ധമായ തൗഹീദിന്റെ പൂർത്തീകരണത്തിൽ ആദ്യം അവൻ ചെയ്യേണ്ടതായ കാര്യം. ഞാൻ പറഞ്ഞു, വിശദമായി പഠിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ പഠനവും നിർബന്ധം തന്നെയാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ബിദ്അത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക ഇല്ലാതെ പിൽക്കാലത്ത് ആരെങ്കിലും കൊണ്ടുവന്ന മാതൃകകളിൽ, അവരുടെ ഐഡിയകളിൽ, അവരുടെ ചിന്തകളിലൂടെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം. അങ്ങനെ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, അമലാണ് ചെയ്യുന്നത്, ദുനിയാവിയായ കാര്യമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദീനിയായ അമലിനെ കുറിച്ചിട്ടാണ് അവിടുന്ന് പറയുന്നത്. ആ അമലിന്റെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അതല്ലാതെ ഭൗതികമായ കാര്യങ്ങളിൽ നിങ്ങൾ എന്തു വേണം എന്നുള്ളത് പഠിപ്പിക്കാനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വഹാബികൾ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മസ്ജിദുൻ നബവി മാറ്റിപ്പണിയില്ലായിരുന്നു. സ്വഹാബികൾ തന്നെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ മസ്ജിദുൻ നബവിയെ എത്രമാത്രം പുരോഗതികൾ അവരുണ്ടാക്കി. സലഫുകൾ അങ്ങനെ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. കാരണം അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീനിന്റെ അമലിന്റെ കാര്യമാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, എന്റെ അമ്രില്ലാത്ത, എന്റെ കൽപ്പന ഇല്ലാത്തതായ, ചര്യയില്ലാത്തതായ ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ ബിദ്അത്തിനെ കുറിച്ച് അവിടെ നിന്നും താക്കീത് ചെയ്തിരുന്നു. എല്ലാ ഖുതുബകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാകുന്നതെല്ലാം ബിദ്അത്താണെന്ന് ആവർത്തിച്ച് കേട്ട സ്വഹാബികൾ അവിടെ പള്ളി മാറ്റിപ്പണിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നണം. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞ ഈ മുഹ്ദസ്, പുതുതായ കാര്യം എന്ന് പറയുന്നത് ദീനിയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ദുന്യവിയായ എന്തെങ്കിലും ടെക്നോളജി കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചിട്ടല്ല അവിടുന്ന് ബിദ്അത്ത് എന്ന് പറഞ്ഞു. അവിടുന്ന് ബിദ്അത്ത് എന്ന് പറഞ്ഞത് ദീനിയായി പുതുതായി ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പൂർത്തിയായ ദീനിൽ ഇല്ലാത്ത കാര്യം പിൽക്കാലത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അതെല്ലാം മുഹ്ദസത്താണ്, അതെല്ലാം ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, ആ ബിദ്അത്തുകളെല്ലാം ദലാലത്താണെന്ന് പ്രവാചകൻ പറഞ്ഞു. അടിവരയിടേണ്ട കാര്യമാണ്, ഒരു ബിദ്അത്തും നല്ലതില്ല. ദീനിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഇബാദത്തുകൾ എല്ലാ പുതുനിർമ്മിതിയും അത് വലാലത്താണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ യാഥാർത്ഥ്യം. ആ വലാലത്തുമായിട്ടാണ് ഒരാൾ നാളെ പടച്ചവനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ വളരെ ഗൗരവം പിടിച്ച കാര്യമാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബിദ്അത്തുമായി കൂടിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ഹജബ തൗബ അൻ കുല്ലി സാഹിബി ബിദ്അ ഹത്താ യദഅ ബിദ്അതഹു വ തആല. ഒരു ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയെ മറച്ചു കളയുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ബിദ്അത്തുകാരുടെ ഒരു പ്രശ്നമുണ്ട്. ബിദ്അത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ചെയ്യുന്ന കാര്യത്തിൽ തൗബ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അവൻ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. നബിദിനം കഴിക്കുന്ന വർഷാവർഷം തോരണങ്ങൾ കെട്ടുന്ന ആളുകൾ, അതിനുവേണ്ടി കാശ് ചെലവാക്കുന്ന ആളുകൾ, അതിനുവേണ്ടി അവന്റെ ആയുസ്സും ജീവിതവും ഒക്കെ മാറ്റിവെക്കുന്ന ആളുകൾ, ആ ദിവസത്തിൽ പ്രത്യേകമായ പുണ്യം ഉദ്ദേശിച്ച് ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലുന്ന ആളുകൾ, അവർ വർഷാവർഷം ഇത് ചെയ്യുന്നത് ഇത് കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നാണ്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നത്, കൂടുതൽ കാശ് കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാളും അവർ കൊടുക്കുന്നത് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തൗബ അങ്ങ് ഹജവായി പോവാൻ, തൗബ അങ്ങ് മറക്കപ്പെടുക, ഒരിക്കലും തൗബ ചെയ്യില്ല. എന്നാൽ ഇപ്പുറത്ത് കഴിഞ്ഞ വർഷം കള്ളു കുടിച്ചവൻ ഇത്തവണ നിർത്തിയിട്ടുണ്ടാകും, തൗബ ചെയ്ത് നന്നായിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം ലഹരിയിൽ അടിമയായിട്ടുണ്ടാകുന്ന ഇത്തവണ ചിലപ്പോൾ നന്നായിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം പെണ്ണ് പിടിച്ച ഇത്തവണ ചിലപ്പോൾ നന്നായിട്ടുണ്ടാകും. പക്ഷെ ഈ ബിദ്അത്തുകാരൻ അത് മാറുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബിദ്അത്തിന് മറയുണ്ടാകും. കാരണം നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. വഇൻ യറാഹ അന്നാസു ഹസന, ജനങ്ങൾ നല്ലതായിട്ട് കണ്ടാലും ശരിയെന്ന്. കാരണം ജനങ്ങൾ നല്ലതായിട്ട് കാണുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതായത് ബിദ്അത്ത് എന്ന് പറയുന്നത് മോഷണമോ പിടിച്ചു പറയുമല്ല, ജനങ്ങൾ നല്ലതായിട്ട് കാണണം. അതാണ് ബിദ്അത്ത് എന്ന് പറയാൻ നമുക്ക് ബിദ്അത്തിന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. ജനങ്ങൾ മോശമായി കാണുന്നതായിരിക്കൂല ബിദ്അത്ത്, ജനങ്ങൾ നല്ലതായി കാണുന്നതാണ്. അത്തരം ബിദ്അത്തുകൾ ചെയ്താൽ സഹോദരങ്ങളെ നമ്മുടെ സ്വർഗത്തിൽ നിന്നും തെറ്റിപ്പോകുന്നതാണ്. കാരണം ബിദ്അത്തുകൾ ദലാലത്താണ്. ചില റിവായത്തിൽ കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തുകളും നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൗഹീദ് ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് ആ തൗഹീദിനെ പൊളിച്ചു കളയുന്ന, അതല്ലെങ്കിൽ തൗഹീദ് ഉണ്ടായിട്ട് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നതായ ഈ രണ്ട് കാര്യങ്ങളും ഒപ്പം ശ്രദ്ധിക്കണം. ശിർക്ക്, ചെറിയ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല, ബിദ്അത്ത് ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അൽ ഇസ്റാ വൽ മഅസിയ,
തിന്മകളിൽ തുടർന്നിരിക്കുക എന്നുള്ളത്, തിന്മകൾ പതിവാക്കുക. തൗബ ചെയ്യാതെ തിന്മകളിൽ അടിയുറച്ചു നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കത് പുറത്തു തരാൻ സാധ്യതയില്ല, നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തത്, തിന്മകൾ ഇങ്ങനെ ചെയ്ത് മരിക്കാൻ നേരത്ത് നന്നാകാം, നാളെ നന്നാകാം എന്ന് ചിന്തിക്കുന്ന ആളുകളോടുള്ള അള്ളാഹുവിന്റെ താക്കീതാണ്. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിഅ, തൗബ എന്ന് പറയുന്നത് തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്കുള്ളതല്ല. ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ ഖാല ഇന്നി തുബ്തുല്ലാൻ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവന് തൗബയില്ല എന്നാണ്. കാരണം മരണം അവന്റെ അണ്ണാക്കിലെത്തിയാൽ, തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നീട് തൗബയില്ല, തൗബ ചെയ്യാൻ കഴിയും. ആ സമയത്തും കുറച്ചു നേരം സംസാരിക്കാനൊക്കെ പറ്റും. അപകടം പിടിച്ച് ആക്സിഡന്റ് പറ്റി അവസാനവും മരിക്കാൻ പോകുന്ന സമയത്തും അവന് കുറച്ചു നേരം സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷെ മരിക്കും എന്ന് അവൻ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ആ സമയത്തും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറ്റും, ആ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റും. പക്ഷെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ സ്വീകരിക്കണമായിരുന്നെങ്കിൽ ഫിർഔൻ നരകത്തിന്റെ അടിത്തട്ടിൽ എത്തുമായിരുന്നില്ല. കാരണം ഫിർഔൻ ആ നൈലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത്, ആ കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് അവൻ ഞാനിതാ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറഞ്ഞവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം മരണം മുന്നിൽ കണ്ടപ്പോഴുള്ള ആ പ്രഖ്യാപനം, ആ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ വാജിബായ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് ഒരു തിന്മയിൽ ഇസ്റാർ ഉണ്ടാകാൻ പാടില്ല, തിന്മ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. കാരണം കുല്ലു ബനി ആദം ഖത്താ, എല്ലാ മനുഷ്യർക്കും തിന്മകൾ സംഭവിക്കും. തിന്മകൾ സംഭവിക്കാത്ത മലക്കുകളല്ല മനുഷ്യന്മാർ. പക്ഷെ തിന്മകൾ സംഭവിച്ചാൽ ഉടനെ തൗബ ചെയ്യണം. അങ്ങനെ തൗബ വൈകി വെക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണ്. അവരവരുടെ തൗഹീദിനെ പൊളിക്കുന്ന പണിയാണ് എടുക്കുന്നത്. കാരണം ആ ഒരു തിന്മ മതി, ചിലപ്പോൾ ഒരു തിന്മ മതി ഒരാൾക്ക് നരകത്തിൽ പ്രവേശിക്കാനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളും പുറത്തു തരുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കല്ലാത്ത പാപങ്ങൾ പുറത്തു തരും, പക്ഷേ മാ യശാ, അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ വ്യാപിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നാലാമത്തെ കാര്യം, നിർബന്ധമായ തൗഹീദ് പൂർത്തീകരിക്കുന്ന നാലാമത്തെ കാര്യം, സഹോദരങ്ങളെ, വാജിബായ കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ ചെയ്യണം. കാരണം വാജിബുകൾ നമ്മളിൽ അതിൽ കുറവ് വരുത്തി കഴിഞ്ഞാൽ അത് തിന്മകൾ ചെയ്യുന്നതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ്. അതിൽ പ്രത്യേകിച്ചും നിസ്കാരം എന്ന് പറയുന്ന അമൽ, അത് നീ ഒഴിവാക്കി കഴിഞ്ഞാൽ നീ തൗഹീദ് ഒഴിവാക്കിയവരെ പോലെയാണ്. നീ കാഫിറായി തീർന്നാൽ നീ മുശ്രിക്കിന്റെ ഗണത്തിൽ നരകത്തിൽ ശാശ്വതനായി തീരും. എന്ന് വെച്ചാൽ ഒരാൾ നിസ്കാരം പാടെ ഉപേക്ഷിച്ചാൽ അവൻ നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരും. കാരണം കാഫിറും മുശ്രിക്കും ഒരേ പര്യവസാനമാണ് അവനുള്ളത്, ഒരേ സ്ഥലമാണ് അവനുള്ളത്. ഷിർക്കിനോടൊപ്പമാണ് കുഫ്റിനെ എണ്ണിയിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞത് വയഗ്ഫിറു മാ ദൂന ദാലിക, ഷിർക്കിന്റെ താഴെയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്നാണ്. കുഫ്ർ എന്ന് പറയുന്നത് ഷിർക്കിനോടൊപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന കാര്യം അതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ കാഫിറായിട്ടാണ് മരിക്കുക, അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. എത്ര ചെറുപ്പക്കാരാണ് അത് വളരെ ലാഘവത്തോടുകൂടി ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതല്ലെങ്കിൽ ചിലർ, ഞാൻ പിന്നീട് വലുതായി വല്യപ്പന്റെ പ്രായമൊക്കെ നിസ്കരിക്കാം, എന്റെ വല്യപ്പയും ചെറുത്തിൽ നിസ്കരിച്ചില്ല എന്നാണ് പറയുന്നത്, എന്റെ ഉപ്പയും അങ്ങനെ പണ്ടൊന്നും നിസ്കരിക്കാറില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒഴിവാക്കാം എന്ന് തീരുമാനിച്ച എത്ര ആളുകളുണ്ട്. എത്ര അപകടങ്ങളിലാണ് ആളുകൾ മരിച്ചു പോകുന്നത്. ആ അപകടങ്ങളിൽ മരിച്ചുപോയാൽ അതിനേക്കാളും വലിയ അപകടമാണ് അതിനെ കാത്തിരിക്കുന്നത്, കാലാകാലം നരകം. ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിസ്കാരം പാടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നരകം ഉറപ്പാക്കുന്ന കാര്യം. ഇതുപോലെ മറ്റൊരമലില്ല. നീ നോമ്പ് ഒരിക്കലും എടുത്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു അത് പുറത്തു തരാൻ സാധ്യതയുള്ള കാര്യമാണ്. നീ നരകത്തിൽ പ്രവേശിച്ചാലും എന്നെങ്കിലും ഒന്ന് നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നീ സക്കാത്ത് ഒരിക്കലും കൊടുത്തിട്ടില്ലെങ്കിലും സമ്പത്തൊക്കെ പൂഴ്ത്തി വെച്ച് നീ അതൊക്കെ നീ മാത്രം തന്നു ഇയാൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് പുറത്തു തരാം. അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിൽ ഒരു കാലത്ത് എത്തും. അതുപോലെ തന്നെയാണ് ഹജ്ജിന്റെ കാര്യം, അതുപോലെ തന്നെയാണ് മറ്റുള്ള കാര്യം. പക്ഷെ നിസ്കാരം അങ്ങനെയല്ല. അത് നീ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അത് പുറത്തിരുന്നില്ല. കാരണം നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ നീ കാഫിറായി തീരും, നീ നിന്ന് പുറത്തു പോകും എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും തർക്കു സ്വലാ, നമുക്കും അവർക്കും മുശ്രിക്കുകൾക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഉടമ്പടി നിസ്കാരം ഉപേക്ഷിക്കുക. അസ്സലാ, നീ നിസ്കാരമാണ്. ആ നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി, നീ നിന്ന് പുറത്തുപോയി. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാലും ആളുകൾ നിസ്സാരമായ കാര്യത്തിൽ നിസ്കാരം ഉപേക്ഷിക്കുക. പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ എത്ര നിസ്കാരം ഉപേക്ഷിക്കണം? കാലാകാല ആഴ്ചകളോളം ഉപേക്ഷിക്കലാണോ, അതല്ല ഒരാഴ്ച ഉപേക്ഷിക്കലാണോ,
ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരാഴ്ച ഉപേക്ഷിക്കണം, ചിലർ ഒരു ദിവസത്തെ 5 വക്ത് ഉപേക്ഷിച്ചാൽ മതി. എന്നാൽ ചിലർ പറഞ്ഞു നീ ഒരു വക്ത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ നീ കാഫറായി പോയി. മനഃപൂർവ്വം, മടി കൊണ്ടല്ല, അലസത കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അല്പം വൈകിപ്പോയി തെറ്റിപ്പോയതല്ല. മനഃപൂർവ്വം ഇങ്ങനെ ഒരാൾ തീരുമാനിക്കണം, ഞാൻ ഇന്ന് സുബഹി നിസ്കരിക്കില്ല, ഞാൻ ളുഹറേ നിസ്കരിക്കുള്ളൂ എന്നൊരാൾ ഒരു വക്ത് അങ്ങനെ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ദീൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് പറയുന്നത്. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം നിസ്സാരമല്ല, അത് നിന്റെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങളും തൗഹീദിന്റെ നിർബന്ധമായ പൂർത്തീകരണത്തിൽപ്പെടുന്ന കാര്യമാണ്. നിസ്കാരമാണെങ്കിൽ അത് അടിസ്ഥാനങ്ങളോടൊപ്പം മാറ്റിവെക്കണം. മറ്റുള്ള അമലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മറ്റുള്ള വാജിബായ അമലുകൾ അത് തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെടുന്ന കാര്യം. നിസ്കാരത്തിൽ നമുക്കത് മാറ്റി നിർത്തണം. നിസ്കാരം അത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട, ഈമാനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് എന്നാണ്. ഇനി സഹോദരങ്ങളെ, അവസാനത്തിലേക്ക് വളരെ വേഗത്തിൽ വിശാലമായി പറയേണ്ട ഒരു കാര്യം കുറഞ്ഞ സമയത്ത് വേഗത്തിൽ നിങ്ങളോട് പറഞ്ഞു ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദിന്റെ പൂർത്തീകരണമുണ്ട്, അത് മുസ്തഹബായ പൂർത്തീകരണം. വാജിബിന് പുറമെ മുസ്തഹബായ പൂർത്തീകരണമുണ്ട്. അതോ നിന്റെ തൗഹീദിന്റെ തിളക്കത്തെ കൂട്ടുന്ന, ആ തൗഹീദ് കൊണ്ട് നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നിനക്ക് നേടിത്തരുന്ന പൂർത്തീകരണമാണ്. പണ്ഡിതന്മാർ പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്, നീ മുത്തശാബിഹായ സംശയമുള്ള കാര്യങ്ങൾ നീ ഉപേക്ഷിക്കുക. ഹലാലോ ഹറാമോ എന്ന് സംശയം തോന്നുന്നതായ കാര്യങ്ങൾ നീ അത് ഉപേക്ഷിക്കണം. ചില വരുമാനങ്ങൾ വരുമ്പോൾ ഹലാലോ ഹറാമോ എന്ന് സംശയം വരുമ്പോൾ നീ അത് ഉപേക്ഷിച്ചേക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല. വ്യക്തത വേണം. നീ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെനിക്ക് ഹലാല, ഈ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഉറപ്പാണ്, അതാണ് നീ ചെയ്യേണ്ടത്. ഹറാം നീ ഒഴിവാക്കണം. സംശയമുള്ള കാര്യത്തിൽ നീ ചെയ്യാൻ പാടില്ല. അത് ഏത് കാര്യത്തിലാണ് വിഷയം, ഏത് കാര്യത്തിലും ഉറപ്പുവരുത്താതെ നീ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കരുത്. ഒന്നാമത്തെ കാര്യം അതാണ്. അത് സഹോദരങ്ങളെ മുസ്തഹബായ പൂർത്തീകരണമാണ്. രണ്ടാമത്തേത് മക്രൂഹായ കാര്യങ്ങൾ നീ ഒഴിവാക്കണം. മക്രൂഹായ കാര്യങ്ങൾ ചെയ്താൽ നീ കുറ്റക്കാരനല്ല, മറിച്ച് മക്രൂഹായ കാര്യങ്ങൾ നിനക്ക് ചെയ്ത് തെറ്റില്ല, പക്ഷേ അത് ഒഴിവാക്കുകയാണ് എങ്കിൽ നിനക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നിനക്ക് വാജിബായ കാര്യങ്ങളിലൊക്കെ എളുപ്പം കിട്ടുന്ന കാര്യമാണ്. പിന്നീട് പറഞ്ഞത് ഫുളൂലുൽ മുബാഹ, അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്, അത് അധികരിപ്പിക്കുന്നത് നീ ഒഴിവാക്കണം. അത് സംസാരമാകട്ടെ, അത് ഉറക്കമാകട്ടെ, അത് ഭക്ഷണമാകട്ടെ, ഇങ്ങനെ അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആവശ്യത്തിന് ഒരാൾക്ക് അനുവാദമുണ്ട്. എന്നാൽ ഇതൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പല അപകടങ്ങളിലേക്കും അവന്റെ കൽബ് അത് അതിന്റെ തെളിച്ചമില്ലാതായി പോകുന്നത്, അശ്രദ്ധയിലേക്ക് എത്തുന്ന, അങ്ങനെ അത് തിന്മകളിലേക്ക് എത്താനൊക്കെ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്തരമായ കാര്യങ്ങൾ ഒരാൾ പരമാവധി ഒഴിവാക്കുക. ഇതൊരാൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല, പക്ഷേ അവന്റെ തൗഹീദിന്റെ മുസ്തഹബായ പൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്ന കാര്യമാണ് എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യമാണ് ജനങ്ങളിലേക്ക് കൈനീട്ടുന്ന കാര്യത്തിൽ നിന്നും നീ വിട്ടുനിൽക്കുക എന്നുള്ളത്. നീ അള്ളാഹുവിനോട് ചോദിക്കുന്നതായിരിക്കണം. ആളുകളിലേക്ക് കൈനീട്ടുക എന്ന് പറയുന്ന കാര്യം സഹോദരങ്ങളെ അത് ചെയ്യാതെ റബ്ബ് സുബ്ഹാനഹു വ തആല വരമേൽപ്പിക്കുന്ന ഖൽബുമായി അള്ളാഹുവിലേക്ക് നീട്ടുന്ന ഉയർത്തുന്ന കരങ്ങളുമായി, അത് ദുനിയവിയായ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. കാരണം മറ്റു കാര്യങ്ങളല്ല, ദുആയുടെ കാര്യങ്ങളല്ല, അത് അടിസ്ഥാനമാണ്. അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് തിരിയാതെ നിൽക്കുക എന്നുള്ളത് നിന്റെ തൗഹീദിന്റെ ഭാഗം തന്നെയാണ്. നമുക്ക് സ്വഹാബികളിൽ ചിലർ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ബൈഅത്ത് ചെയ്ത ഒരു കാര്യമാണ് വലാ തസ്അലുന്നാസ ശൈഅൻ, നീ ജനങ്ങളോടൊന്നും ചോദിക്കരുത്, നീ ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടരുത്. അല്ലെ, ചില ഹദീസുകളിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ 3 ആളുകൾക്കല്ലാതെ ജനങ്ങളോട് കൈനീട്ടാൻ അവകാശമില്ല. അങ്ങനെ കൈനീട്ടുന്നവൻ നാളെ പരലോകത്ത് അവന്റെ മാംസങ്ങൾ പറിച്ചവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളോട് അനാവശ്യമായി ചോദിക്കുക, യാചിക്കുക എന്നുള്ളത് അത് തൗഹീദിന്റെ മാറ്റിനെ കുറച്ച് കളയുന്ന കാര്യമാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അള്ളാഹു പറഞ്ഞ അസ്ബാബുകൾ മാത്രം സ്വീകരിക്കുക, കാരണങ്ങൾ സ്വീകരിക്കുക, കാര്യങ്ങൾ ഖൽബ് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ അവൻ എപ്പോഴും സദാ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ മുസ്തഹബായ പൂർത്തീകരണത്തിൽപ്പെട്ട കാര്യമാണ് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കുക. സുന്നത്തായ കാര്യങ്ങൾ ഫർദിന് പുറമെ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഈ വാജിബായ പൂർത്തീകരണത്തിന് സഹായം കൂടിയ അവൻ നിസ്കരിക്കുന്നുണ്ട്, അതോടൊപ്പം സുന്നത്ത് നിസ്കാരമുണ്ട്. നിസ്കാരത്തിൽ വന്ന വീഴ്ചകൾ ഇത് മുഖേന പരിഹരിക്കും. അങ്ങനെ എല്ലാ നിലക്കും അവന്റെ തൗഹീദിനെ മാറ്റിക്കൂട്ടുന്ന കാര്യങ്ങളാണ് സുന്നത്തായ അമലുകൾ പോലും. അങ്ങനെ സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ചില നിർവചനങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ ചില സംവാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയോ ചില ആളുകൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമല്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സംഹിതയാണ്, നമ്മുടെ ജീവിതം മാറ്റി പറയേണ്ട കാര്യമാണ്. അങ്ങനെ തൗഹീദ് പൂർണ്ണമായി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അതിന്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ നിർബന്ധവും സുന്നത്തുമായ പൂർത്തീകരണങ്ങൾ ഒരാൾ നിർവഹിക്കുകയും ചെയ്താൽ അവന് ലഭിക്കുന്ന കാര്യം ഇരു ലോകത്തും നിർഭയത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു
വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, അവന്റെ വിശ്വാസത്തിൽ ഒരു ദുൽമ കലർത്താതിരിക്കുകയും. എന്താണ് ദുൽമെന്ന് സഹാബികൾ ചോദിച്ചു. നമ്മളൊക്കെ പല ദുൽമുകളും ചെയ്യുന്നുണ്ടല്ലോ, അതാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ലുക്മാൻ തന്റെ മകനോട് പറഞ്ഞ ആ ദുൽമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ശിർക്കാണ് ഏറ്റവും വലിയ ദുൽം. അഥവാ വലം യൽബിസു ഈമാനഹും ബിശിർക്ക്, ഒരാളുടെ വിശ്വാസത്തിൽ ശിർക്ക് കലരാതെ ഒരാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംൻ, അവന് നിർഭയത്വമുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, നിർഭയത്വം എന്ന് പറയുന്നത് അവന് പരലോകത്ത് ലഭിക്കുന്നതാണ്. വേറെ ചിലർ പറഞ്ഞു അല്ല, നിർഭയത്വം ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽബിന് നിർഭയത്വം ഉണ്ടാവും. തൗഹീദുള്ള ആളുകൾക്ക് ഒന്നിനെയും, ഒരു ശത്രുവിനെയും പേടിക്കേണ്ടി വരികയില്ല. ഒന്നിനെയും പേടിക്കാത്ത അവസ്ഥ അവന്റെ ഖൽബിനുണ്ടാകും. പ്രയാസങ്ങൾ എന്തു തന്നെ ഉണ്ടായാലും അവന്റെ ഖൽബ് അല്ലാഹുവിൽ മാത്രമായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരിച്ചാലല്ലാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുറച്ച ബോധ്യം അവനുണ്ടാകും. അവൻ തൗഹീദുള്ളവനാണെങ്കിൽ നിർഭയത്വമുണ്ട്. ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആ നിർഭയത്വം നൽകും. തൗഹീദുള്ള ആളുകളാണ്. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ തൗഹീദുള്ളവനോട് നിർഭയത്വമുണ്ട്. അത് ആഖിറത്തിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ നാളെ പരലോകത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും തൗഹീദുള്ള ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാകും. വഹും മുഹ്തദൂൻ, അതുപോലെ തന്നെ അവർ സന്മാർഗം ലഭിച്ച ആളുകളാണ് ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച് ശിർക്ക് കലരാതെ ആണെങ്കിലാണ് അവൻ സന്മാർഗികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈമാനിൽ ദുൽമ സംഭവിച്ച, ശിർക്ക് സംഭവിച്ച യഥാർത്ഥ ഹിദായത്തിലല്ല എന്നാണ്. ഇനി നാളെ പരലോകത്ത് ഇങ്ങനെ ശിർക്ക് സംഭവിക്കാത്ത ആളുകൾക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നത്. സ്വർഗം ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് കിട്ടിയ ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഖബറിലെ ജീവിതവും എല്ലാം. അപ്പോൾ എന്ത് പറഞ്ഞു വെച്ചാൽ വിശ്വാസവും അതിൽ ശിർക്കിന്റെ ഒരു അംശവും ഇല്ലാതെ ഒരാൾ ജീവിച്ച് മരിച്ചാൽ ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വം, അവർക്കാണ് സന്മാർഗം. ഇന്ന് സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിനെ ഏത് ഭാഗത്തു നിന്നും അവരെ പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും ആളുകൾ വെമ്പൽ കൊള്ളുമ്പോൾ ഈ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് എവിടെ എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അവരുടെ വിശ്വാസം ശരിയാണോ? അല്ലദീന ആമനു, വിശ്വാസം ശരിയാണ്. ആ വിശ്വാസത്തിൽ തന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി വിശ്വസിച്ചവരിൽ പലരും വലം യൽബിസു ഈമാനഹും ബിദുൽം, ദുൽമ കലർത്താത്തവരായിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ദുൽമുകൾ, ശിർക്കിന്റെ ലാഞ്ചനകൾ അവന്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് വരുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്ക് നമുക്കുമേലെ അധികാരം നൽകുന്നത്. ശത്രുക്കൾക്ക് നമുക്കുമേലെ കൈനീട്ടാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ കുറവുകൾ കൊണ്ടാണ്. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, നമുക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ, നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമുക്ക് നേരെ കൈയോകാൻ സാധിക്കുകയില്ല. അതല്ലാതെ നമ്മൾ കുറെ ആയുധം വാങ്ങി വെച്ചതുകൊണ്ടോ നമ്മൾ ആയുധ മുറകൾ പഠിച്ചത് കൊണ്ടോ മാത്രമൊന്നും ശത്രുക്കൾക്ക് നമ്മളെ പേടിയൊന്നും ഉണ്ടാവുകയില്ല. കാരണം ശത്രുക്കൾക്കുള്ള പേടി വിട്ടുകൊടുക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വെറും 313 അതിൽ കൂടുതലോ മാത്രമുള്ള സ്വഹാബികളെ കുറിച്ച് ബദർ യുദ്ധത്തിൽ അതിന്റെ 3 ഇരട്ടി, അതുപോലെ തന്നെ അതിനേക്കാൾ ആയുധങ്ങളുള്ള ആ മക്കയിലെ മുശ്രിക്കുകൾക്ക് പേടിയുണ്ടാക്കിയത് അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാനം കൊണ്ടാണ്. അതെല്ലാം കണ്ട ഉടനെ അവർക്ക് ധൈര്യം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ പേടി വന്നു. ബദറിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് പേടിയുണ്ടായി. അവർക്ക് മുന്നോട്ടേക്ക് ശരിക്കും വരാൻ സാധിച്ചിട്ടില്ല. അവർ അമ്പെ പരാജയപ്പെട്ടു, തീർത്തും പരാജയപ്പെട്ടു. ഒരു ഘട്ടത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ അത്രയും ശക്തരായ തൗഹീദുള്ള ആളുകളുടെ മുന്നിലാണ് വന്ന് പെട്ടത്. പിന്നീട് പലപ്പോഴും അതിലെന്തെങ്കിലുമൊക്കെ കുറവുകൾ വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് പരാജയം ഉണ്ടായി തുടങ്ങി. ഈ കാണുന്ന രൂപത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടായി തുടങ്ങിയത് സഹോദരങ്ങളെ ലോകത്ത് ജാറങ്ങളും ലോകത്ത് മഖ്ബറകളും ഇത് വർദ്ധിച്ചപ്പോഴാണ്. മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ഈ ആളുകളോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ ശിർക്കും അതുപോലെയുള്ള ബിദ്അത്തുകളും അതുപോലെ ഹറാമുകളും സമൂഹത്തിൽ നടമാടി തുടങ്ങിയപ്പോൾ, വർദ്ധിച്ചു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം അത് അവൻ എന്ത് ചെയ്യാണ്? അത് പാലിച്ചിരിക്കാൻ. കാരണം അള്ളാഹിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശ്വസിച്ച ആളുകൾക്കാണ് എന്ന് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ഇതൊരു ആമുഖം മാത്രമാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഇവിടെ കൂടിയിരുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇനിയും അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം. അതിനുവേണ്ടി പണിയെടുക്കണം. നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ഏത് നാട്ടിലെന്നോ വ്യത്യസ്തമായി പ്രദേശത്തൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ സേഫ്റ്റിക്കാണ്. പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടുകയില്ല. വതവാസൗ ബിൽ ഹഖ്,
ഇത് ആളുകൾക്ക് പരസ്പരം ഈ ഹക്ക് കൊണ്ട് ഉപദേശിക്കണം. ഈ ഉപദേശത്തിനും ഇൽമിനും അമലിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പലതും തരണം ചെയ്യേണ്ടി വരും. പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കണം. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് അല്ലാഹു തആല രക്ഷ ഉറപ്പു നൽകിയിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ വേണം എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തിൽ സ്വഹാബികൾ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോഴെല്ലാം ഓർമ്മപ്പെടുത്തുമായിരുന്നു എന്നുള്ളത് മഹാൻ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും നമ്മൾ ഒതുക്കണം. ആരാണോ അതിനു വേണ്ടിയിട്ട് മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലി ഫാഇലിഹി, ആരാണോ ഒരു ഖൈറിലേക്ക് വഴി കാണിച്ചത് അവൻ കാണിച്ചത് മുഖേന ഒരുപാട് ആളുകൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ആളുകൾക്ക് കിട്ടുന്ന നന്മയുടെ എല്ലാം ഓരോഹരി ഈ കാണിച്ചവനുമുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയ, നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണപ്പെടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത ക്ലാസ് 4 ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം 4 ആശിബ് അബ്ദുൽ അസീസിന്റെ സലഫിയത്താണ് രക്ഷയുടെ മാർഗം എന്ന